ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ വിചാരണ കോടതിയായ ആപ്കി അദാലത്തിൽ രജത് ശർമ്മയോടൊപ്പം ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി പാർലമെന്റിലെ ഒരു തീപ്പൊരി പ്രാസംഗികനാണ്. ഇദ്ദേഹം പാർലമെന്റിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ അവിടെ വലിയൊരു കലാപം തന്നെ ഉണ്ടാകും. ഇദ്ദേഹം മറ്റുള്ളവരുടെ മേൽ എത്രത്തോളം കുറ്റം ആരോപിക്കുന്നു അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മേളിലും കുറ്റം ആരോപിക്കുന്നു. പ്ലീസ് വെൽക്കം നിഷികാന്ത് ദുബെ. വരൂ. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ ജഡ്ജിയും സ്പെഷ്യലായിട്ടുള്ളൊരു വ്യക്തിയാണ്. ധീരതയും പാരമ്പര്യവുമുള്ള ഒരു കുടുംബത്തിൽ ചേർന്ന വ്യക്തിയാണ്. ഇദ്ദേഹം സർജിക്കൽ സ്ട്രൈക്കിന് പദ്ധതിയിട്ട ആളാണ്. കാശ്മീരിൽ കോർ കമാൻഡറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പ്ലീസ് വെൽക്കം റിട്ടയർഡ് ലഫ്റ്റനന്റ് ജനറൽ സതീഷ് ദുവ. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണയും ചോദ്യങ്ങളും ഒക്കെ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ റിട്ടയർഡ് ലഫ്റ്റനന്റ് ജനറൽ സതീഷ് ദുവ അനുവാദം തരികയാണെങ്കിൽ ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. വിചാരണ തുടങ്ങാം. ജയ് ഹിന്ദ്. നിഷികാന്ത് ദുബെയുടെ മേൽ കുറ്റങ്ങൾ ആരോപിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതവും വ്യക്തി ജീവിതവും നമുക്കൊന്ന് കാണാം. നിഷികാന്ത് ദുബെ പാർലമെന്റിൽ വളരെ ചർച്ചയിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ്. പാർലമെന്റിൽ ഇദ്ദേഹം സംസാരിക്കുന്ന ഓരോ പ്രാവശ്യവും കലാപമുണ്ടാകുന്നു. भारत में संकट आया 2005 से लेकर 2014 तक चाइनीज गवर्नमेंट ने कांग्रेस को पैसा दिया जिसका FCRA लाइसेंस भारत सरकार ने कैंसिल किया. നിഷികാന്ത് ദുബെ പൂർണ്ണമായ തയ്യാറെടുപ്പോടുകൂടിയാണ് പാർലമെന്റിൽ സംസാരിക്കാറുള്ളത്. ഇദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രശംസയും ലഭിച്ചിട്ടുണ്ട്. ईवीएम कांग्रेस लेकर आई सर. पहली बार ईवीएम आपकी जानकारी के लिए 1987 में पायलट प्रोजेक्ट के नाते राजीव गांधी जी लेकर आए. ये ईवीएम की पूरी हिस्ट्री. നിഷികാന്ത് ദുബെ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും ചർച്ചകൾ ഉണ്ടാക്കുന്നു. मैंने ये निर्णय लिया है कि मैं एक लाइब्रेरी बनाऊंगा गांधी नेहरू परिवार के करतूतों के. നിഷികാന്ത് ദുബെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയാൽ പോലും അതും വളരെ ചർച്ചയിൽ അകപ്പെടുന്നു. एडवीना एंड नेहरू ये नोवेल है. इस किताब को बैन कर दिया. इसमें यह है कि कितने बजे कहां कैसे नेहरू जी एडवीना के साथ घूमते थे फिरते थे और उनको देश के राजनीति से कैसे मतलब नहीं था. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾക്കും പ്രതിപക്ഷ നേതാക്കന്മാർ വളരെ രൂക്ഷമായി പ്രതികരിക്കാറുണ്ട്. जब अपने घर में हो, महाराष्ट्र में हो, यदि बहुत बड़े बॉस हो तो चलो बिहार, चलो उत्तर प्रदेश, चलो तमिलनाडु, तुमको पटक पटक के मारेंगे. तुम मुंबई में आ जाओ. मुंबई के समुद्र में डूबे डूबे कर मारेंगे. നിഷികാന്ത് ദുബെ ജാർഖണ്ഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട MP-യാണ്. ഗോണ്ടയിൽ നിന്നും 4 പ്രാവശ്യമാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. നിഷികാന്ത് ദുബെ തന്റെ പ്രവൃത്തികൾ മുഖേന ഗോണ്ടയുടെ മുഖഛായ തന്നെ മാറ്റി. അവിടുത്തെ എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും റോഡുകളും എല്ലാം കാണുമ്പോൾ ഇത് മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ദേവ്ഘട്ട് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ബാബ വൈദ്യനാഥിനെ ദർശിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. ശിവഭക്തനായ നിഷികാന്ത് ദുബെ ഇന്നത്തെ ആപ്കി അദാലത്തിൽ തന്റെ ഭാഗങ്ങളെ അദ്ദേഹം സ്വയം നേരിടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആപ്കി അദാലത്തിലെ വിചാരണ ആരംഭിക്കാം. നിഷികാന്ത് ദുബെയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ BJP നേതാവായ നിഷികാന്ത് ദുബെയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പാർലമെന്റിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നിഷികാന്ത് സർ, ഞാൻ കുറച്ചാളിന് മുമ്പ് ഒരു വീഡിയോ കണ്ടിരുന്നു. അതിൽ കോൺഗ്രസും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ള MP-മാരും സ്ത്രീകൾ പ്രധാനമന്ത്രിയുടെ സീറ്റിന് ചുറ്റും അവർ നിൽക്കുകയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് പ്രധാനമന്ത്രി ഒരു കാരണം മാത്രമാണ്. ലക്ഷ്യം നിഷികാന്താണെന്ന്. എന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് തോന്നുന്നു. താങ്കളുടെ കുസൃതികൾ അത്രത്തോളമാണ്. ഞാൻ സത്യമേ പറയൂ. സത്യം പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പുറത്തു വരുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും പരിഭ്രമിക്കുന്നു.
ഇതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. താങ്കൾ തീ കത്തിക്കുകയാണ്. അല്ല, ഞാൻ തീ കെടുത്താനാണ് ശ്രമിക്കുന്നത്. ഇന്നലെയാണ് കിരൺ റിജോ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതായത് പ്രധാനമന്ത്രി വന്നില്ലെന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനും അതിൽ ആ ഫ്രെയിമിൽ ഒരു ഭാഗത്തായി നിൽക്കുന്നത് കാണാം. ഞാൻ കൈകൾ പോക്കറ്റിലിട്ടുകൊണ്ട് നിൽക്കുന്നത് മുഴുവനായും കാണാൻ കഴിയും. എന്നെ കണ്ടിട്ടാണ് മറ്റുള്ളവർ ഭയക്കുന്നത്. എന്നെ ആർക്കും ഭയപ്പെടുത്താനാവില്ല. പ്രിയങ്ക ഗാന്ധി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോണിയാജി ആയിക്കോട്ടെ, അതോ അല്ലെങ്കിൽ രാഹുൽജി ആയിക്കോട്ടെ, അവരാണ് പേടിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, പെൺ എംപിമാർ നിഷികാന്ത് ദുബെയുടെ അടുത്തേക്ക് വന്നപ്പോ ബുള്ളറ്റ് ട്രെയിൻ പോലെ അദ്ദേഹം പേടിച്ചോടിയെന്ന്. ബുള്ളറ്റ് ട്രെയിനോ? അവർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഞാൻ ബുള്ളറ്റ് ട്രെയിൻ പോലെ ഓടുമായിരുന്നെന്ന്. പക്ഷെ ഞാനിപ്പോ പറയാം, അവരാണ് എന്നെ കണ്ട് ഭയപ്പെട്ടത്. ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പാർലമെന്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം, കോൺഗ്രസുകാർ മുഴുവനും പേടിച്ച് വിയർത്തൊലിക്കും ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ. പ്രിയങ്കാജി എവിടെയാണെങ്കിലും മുന്നോട്ട് ഓടി വരും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞ്. അതായത് അവരാണ് ഭയപ്പെടുന്നത്, അല്ലാതെ ഞങ്ങളല്ല. ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. ഞങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? മോഡിയാണ് ഞങ്ങളുടെ ലീഡർ. മോഡിയെ കണ്ട് ലോകം മുഴുവൻ ഭയപ്പെടുന്നു. താങ്കൾ രാജ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാ, സ്വഭാവം ശരിയല്ല, ദേശദ്രോഹിയാണ്, ഇങ്ങനെയൊക്കെ താങ്കൾ സംസാരിച്ചുകൊണ്ടേയിരുന്നു. സ്പീക്കർ എന്തോ തടയുന്നത് പോലെ അഭിനയിച്ചു, താങ്കളും ഒന്നും നിർത്തിയതുമില്ല. അല്ലല്ല, സ്പീക്കർ തടയുന്ന പോലെ അഭിനയിച്ചൊന്നുമല്ല, യഥാർത്ഥത്തിൽ തടയുകയായിരുന്നു. ഞാൻ സംസാരിക്കുമായിരുന്നു, മൈക്ക് ഓണായിരുന്നു എന്ന് എനിക്കറിയാം. അത് മൈക്ക് വെച്ചവരുടെ തെറ്റാണ്. ഞാൻ പറയാനുള്ളതെല്ലാം അപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഞാൻ പറഞ്ഞൊന്നും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. ആ പുസ്തകത്തിൽ എന്തുണ്ടായിരുന്നു അതാണ് ഞാൻ വായിച്ചു പറഞ്ഞത്, അത്രയേ ഉള്ളൂ. ഇതിനെ താങ്കൾ എങ്ങനെയാണ് ന്യായപ്പെടുത്തുന്നത്? ഈ രാജ്യത്ത് സംഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം നെഹ്റു കുടുംബമാണെന്ന് പറയുന്നു. പട്ടിണി, സ്വഭാവദൂഷ്യമുള്ള കാര്യങ്ങൾ, ദേശദ്രോഹം, അഴിമതി, ഇതെല്ലാം അവർ ചെയ്തതായിട്ടാണ് പറയുന്നത്. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങളെല്ലാം സത്യമാണ്. നിങ്ങൾ പറയൂ, നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മുടെ പ്രധാന പ്രശ്നം ഇപ്പൊ ചൈനയാണ്. ചൈന ഒരിക്കലും നമ്മുടെ ബോർഡറല്ല, അതിർത്തി പങ്കിടുന്നില്ല. ഇംഗ്ലീഷുകാർ പോകുമ്പോൾ നേപ്പാൾ, പിന്നെ ഭൂട്ടാൻ, പിന്നെ ടിബറ്റ് നമുക്കൊരു ബഫർ രാജ്യമായി തന്നിട്ട് പോയതാണ്. പക്ഷെ ചൈന ഒരിക്കലും അങ്ങനെയല്ല. ടിബറ്റിന്റെ കാര്യം നമുക്ക് സമ്മതിക്കാം. ടിബറ്റ് ചൈനയുടെ ഭാഗമായ ഉടനെ ചൈന നമ്മുടെ ബോർഡറായി. പാകിസ്ഥാനുമായിട്ട് പ്രശ്നമുണ്ട്. വിഭജനം എന്തുകൊണ്ടാ ഉണ്ടായത്? എഡ്വിനയുടെയും നെഹ്റുവിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. നിങ്ങളിപ്പോ കാണിച്ച പുസ്തകം, അതിലെന്താ എഴുതിയിരിക്കുന്നത്? അവർ ജീവിതത്തിൽ എപ്പോഴും എൻജോയ് ചെയ്യുമായിരുന്നു. അതിന്റെ കാരണം എന്താ? മൗണ്ട് ബാറ്റനുമായിട്ട് ഇവർ കരാറിൽ ഏർപ്പെട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയതും ഇന്ത്യയെ വിഭജിച്ചു. ഈ പറയുന്ന പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗത്താണെങ്കിൽ അത് ആരുടെ കുഴപ്പങ്ങൾ കൊണ്ടാണ്? ചൈനയുമായിട്ട് നമ്മൾ ശത്രുതയിലാണ്, ടിബറ്റുമായിട്ട് നമ്മൾ ശത്രുതയിലാണ്. പറഞ്ഞു വന്നാൽ നിങ്ങളുടെ നിലപാട് കൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്. ഇത് ആര് പറയും? ആര് സമ്മതിക്കും? നിങ്ങൾ തന്നെ പറയൂ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തെ ഈ രാജ്യം തന്നെ ബഹുമാനിക്കുന്നു. അദ്ദേഹം ഈ രാജ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെ പോയി താങ്കൾ സ്വഭാവദൂഷ്യമുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ? ഇതെല്ലാം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായി പറഞ്ഞതല്ല. അതൊക്കെ ആ പുസ്തകത്തിലുണ്ട്. ചില പുസ്തകങ്ങൾ വിലക്കിയിട്ടുണ്ട്, ചില പുസ്തകങ്ങൾ താങ്കൾക്ക് മാത്രം എങ്ങനെ ലഭിക്കുന്നു? അതായത് എനിക്ക് എഴുതാനും വായിക്കാനും ഇഷ്ടമാണ്. താങ്കൾ ഈ പുസ്തകങ്ങളെ പറ്റിയൊക്കെ പരാമർശിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും തെറ്റായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എമോ മത്തായി എഴുതിയ ഒരു ചാപ്റ്റർ കോട്ട് ചെയ്തിരിക്കുകയാണ്. എമോ മത്തായി, ഇത് ജനങ്ങളെല്ലാവരും അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. 1959 അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹം നെഹ്റുജിയുടെ PA ആയിരുന്നു. അദ്ദേഹം ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിരുന്നു. ആ ട്രസ്റ്റ് ബിർലാജിയിലൂടെയാണ് അദ്ദേഹം കരസ്ഥമാക്കിയത്. ഇപ്പോഴുള്ള 30 ജനറൽ മാർക്ക് അത് മത്തായിയുടെ ഓഫീസായിരുന്നു. അതിന്റെ ട്രസ്റ്റ് രാജ്കുമാരി അമൃത് കൗർ പിന്നെ പത്മജ നായിഡുവുമായിരുന്നു. പല സാഹിത്യകാരന്മാരും അവരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നീട് അഴിമതി കഥകളെക്കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ 1961 നെഹ്റു ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. അതിൽ വിഷ്ണു പ്രകാശ് ക്യാബിനറ്റ് സെക്രട്ടറി ആവുന്നു. അതോടുകൂടി ആ കമ്മിറ്റി റിപ്പോർട്ടിൽ മത്തായി ബിർളയുടെ എത്ര പണം വാങ്ങിച്ചിരുന്നു, മത്തായിക്ക് കൊടുത്ത 30 ജനുവരി മാർക്ക്, മത്തായി നിർമ്മിച്ച വീട് എല്ലാം വളരെ സത്യസന്ധമായി ചെയ്തതായിരുന്നു. എല്ലാം തന്നെ ട്രാൻസ്പെറന്റ് ആയിരുന്നു. മത്തായിയേക്കാളും വലുത് വേറൊന്നുമില്ലായിരുന്നു. അതായത് മത്തായി തന്നെ എഴുതിയിട്ടുണ്ട്, ഞാൻ 12 വർഷത്തോളം ഇന്ദിരാജിയുമായി ഹസ്ബൻഡ് വൈഫിനെ പോലെ കഴിഞ്ഞിട്ടുണ്ടെന്ന്. ഇതിൽ എന്റെ ഭാഗത്ത് എന്ത് തെറ്റാവുള്ളത്? മത്തായി എഴുതിയത് ഞാൻ അതുപോലെ തന്നെ പറഞ്ഞു, ജനങ്ങളോട് പറഞ്ഞു. ഇനി അവർ വായിക്കട്ടെ. ആ ഷീ എന്നുള്ള ചാപ്റ്റർ ഞാൻ വായിച്ചിരുന്നു. പക്ഷേ മൊറാർജി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം പബ്ലിഷ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിരുന്നില്ല.
ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തിനു വേണ്ടി പല സേവനങ്ങളും ചെയ്ത വ്യക്തിയാണ്. ഈ രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്തു. ഏതോ ഒരു വ്യക്തി അവരെക്കുറിച്ച് അങ്ങനെ എഴുതിയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, മത്തായിക്ക് നിങ്ങൾ ഒരു സത്യസന്ധമായ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് മത്തായി നിങ്ങളുടെ ഒരു ഭാഗമായിരുന്നു. അദ്ദേഹം ചെയ്തതെല്ലാം, അതായത് 12 വർഷം നെഹ്റുവിന്റെ PA ആയിരുന്നു അദ്ദേഹം, 1947 തൊട്ട് 1959 വരെ. അങ്ങനെയുള്ള മത്തായി എഴുതുകയാണെങ്കിൽ അതിന് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നു. മത്തായി മാത്രമല്ല, ധീരേന്ദ്ര ബ്രഹ്മചാരിയുടെ കഥയുണ്ട്, പിന്നെ ദിനേശ് സിംഗ് ഉണ്ട്. ഇതെല്ലാം കള്ളമാവാൻ സാധ്യതയില്ലല്ലോ. ലളിത് നാരായൺ മിശ്രയുടെ കൊലപാതകത്തെ പറ്റിയുണ്ട്. ഇപ്പോഴും സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ഈ പുസ്തകം എഴുതിയവരെല്ലാവരും, ഞാനിപ്പോൾ അതിന്റെ ലൈബ്രറി ഉണ്ടാക്കുന്നുണ്ട്. അതിൽ മത്തായിയുടെ പുസ്തകങ്ങൾ മാത്രമല്ല, ദിനേശ് സിംഗിന്റെ പുസ്തകം ഉണ്ടാകും, വീരേന്ദ്ര ബ്രഹ്മചാരിയുടെ പുസ്തകം ഉണ്ടാവും, പിന്നെ ലളിത് നാരായൺ മിശ്രയുടെ പുസ്തകം ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങളിൽ ഒരേ കാര്യം വരുമ്പോൾ നിങ്ങൾ പുസ്തകം എഴുതിയവരോട് ചോദിക്കണം, അവരുടെ പേരിൽ FIR ഇടണം. ഞാൻ ആ പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തെല്ലാം പുസ്തകങ്ങളാണ് നെഹ്റുവിനെതിരായിട്ട്, ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട്, രാജീവ് ഗാന്ധിക്ക് എതിരായിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും താങ്കൾ ശേഖരിക്കാറുണ്ടോ? ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസവും വാട്സപ്പിൽ ഒരുപാട് വിവരങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ലൈബ്രറി തുടങ്ങാൻ പോകുന്നത്. ഒരേ സ്ഥലത്ത് എല്ലാ ഇൻഫർമേഷനും കിട്ടും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2014 ഞങ്ങൾ ഭരണത്തിൽ വന്ന സമയത്ത് എല്ലാം സോഷ്യൽ മീഡിയയിൽ നടന്ന കാര്യങ്ങളാണ്. നിഷികാന്ത് ദുബെ എപ്പോൾ എഴുന്നേൽക്കുന്നു, എന്തു ചെയ്യുന്നു, ഏത് ഡ്രസ്സ് ഇടുന്നു, എങ്ങോട്ട് പോകുന്നു, പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നു, ആഭ്യന്തരമന്ത്രി എന്ത് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അവരുടെ ഭരണം 2014 വരെ ഉണ്ടായിരുന്നുള്ളൂ. ജനങ്ങൾക്ക് എഴുതാനും വായിക്കാനുമുള്ള താല്പര്യം തന്നെ തീരെ കുറഞ്ഞുപോയി. മൊബൈലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവർക്കൊരു ഊർജ്ജം നൽകുകയാണ്. 1947 മുതൽ 2014 വരെയുള്ള ചരിത്രം അറിയാൻ വേണ്ടിയാണത്. അതായത് താങ്കൾ ഏത് പുസ്തകം വേണമെങ്കിലും വായിക്കാൻ പറയാം. പക്ഷെ രാഹുൽ ഗാന്ധി ഒരു പുസ്തകത്തിലെ 4 വരി വായിക്കുകയാണെങ്കിൽ അതിന് അനുവദിക്കില്ല താങ്കൾ. അങ്ങനെയൊരു പുസ്തകമുണ്ട്. അങ്ങനെയുള്ള ആ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഗാന്ധി കുടുംബത്തിന്റെ കാര്യമെടുത്താൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ വലുതായിട്ട് തോന്നും. പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല വിവരമുള്ളവരാണെന്നൊക്കെ നമുക്ക് തോന്നും. അവരെ പാർലമെന്റിൽ ഒന്ന് നിർത്തി നോക്കിയിട്ട് സംസാരിക്കും. അവരെ ആരും തടഞ്ഞില്ലെങ്കിൽ പോലും അവർക്ക് 5 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല. രാഷ്ട്രീയ സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞു. ഇത് പത്രങ്ങളെല്ലാം എഴുതിയതാണ്, ഞാനായിട്ട് പറയുന്നതല്ല. ഒരു ട്വീറ്റ് ഞാൻ കണ്ടിരുന്നു. നർവാനെ എഴുതിയ പുസ്തകത്തിൽ അതിന്റെ പുറം ചട്ട മാത്രമേ ഉള്ളൂ, അകത്ത് ഒന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞു. അതിൽ വായിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ലല്ലോ. ഞാൻ രാഹുൽ ഗാന്ധിയെ രക്ഷപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അതായത് പ്രതിപക്ഷ നേതാവ് നാണം കെടാൻ പാടില്ലല്ലോ എന്ന് കരുതി. അദ്ദേഹം ഗാന്ധി കുടുംബത്തിന്റെ ഒരു മുഖമല്ലേ, അതുകൊണ്ട് നാണം കെടുന്നത് രക്ഷിച്ചതായിരിക്കും. താങ്കൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ കോൺഗ്രസിലുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ BJP നേതാക്കന്മാരല്ല നിയന്ത്രിക്കുന്നത്, കോർപ്പറേറ്റ് ബ്രോക്കർമാരാണ് നിയന്ത്രിക്കുന്നതെന്നാണ്. അതിലൊന്ന് നിഷികാന്ത് ദുബെ. എന്തിനാ പറഞ്ഞത്? നിങ്ങൾ പറയൂ. ഞാൻ എന്ത് കോർപ്പറേറ്റ് ബ്രോക്കർ പണിയാ കാണിച്ചത്? 2009 ഞാൻ പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ 2026 കഴിഞ്ഞു. ഈ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു മന്ത്രി, ഇൻക്ലൂഡിംഗ് ഞങ്ങളുടെ മന്ത്രി, അതായത് ഈ കാര്യം ഞാൻ നിങ്ങളോട് മാത്രമല്ല, എൻ്റെ നേതാവ് പ്രധാനമന്ത്രിയോടും സംസാരിച്ചിട്ടുണ്ട്. ഏതൊരു മന്ത്രിയും കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി ഒരു കത്തും എഴുതിയിട്ടില്ല. ഒരു കോർപ്പറേറ്റുകളെയും ഞാൻ സഹായിച്ചിട്ടില്ല. ഒരു കോർപ്പറേറ്റുമായി എനിക്ക് ബന്ധമില്ല. ഇതൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് അതിശയം തോന്നും. ഇവര് അദാനിന്ന് മുറവിളി കൂട്ടുന്നുണ്ടല്ലോ. എന്റെ ഗോഡയിലാണ് അദാനിയുടെ പവർ പ്ലാന്റ് ഉള്ളത്. ഞാനാണത് അവിടെ കൊണ്ടുവന്നത്. അതൊരു വികസനമല്ലേ മണ്ഡലത്തിന്റെ? രാജ്യത്തിലെ വേറൊരു മണ്ഡലത്തിലും അതുപോലെ ഉണ്ടായിട്ടില്ല. ഞാൻ ഇതുവരെ ഒരു CSR ഫണ്ടും വാങ്ങിച്ചിട്ടില്ല, ഒരു വണ്ടി വാങ്ങിച്ചിട്ടില്ല. എനിക്കും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ കോൺഗ്രസിനോട് പരസ്യമായി ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ എനിക്ക് കോർപ്പറേറ്റുമായിട്ട് എന്ത് ബന്ധമാണെന്ന് പറയട്ടെ. ഒരു കാലഘട്ടത്തിൽ താങ്കൾ ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടി പ്രവർത്തിച്ചതായിട്ടാണ് പറയുന്നത്. അതെ, ഞാൻ ഡയറക്ടറായിരുന്നു. 1993 മുതൽ 2009 വരെ SRL ഡയറക്ടറായിരുന്നു. ഇത് ഞാൻ ഓപ്പണായിട്ട് പറയാണ്. SRന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ബ്രോക്കർ പണി ചെയ്യേണ്ടി വന്നേനെ. താങ്കൾ കോൺഗ്രസിനെ കുറിച്ച് പുസ്തകങ്ങളിൽ വായിക്കുന്ന സമയത്ത് ഈ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അവരുടെ കോർപ്പറേറ്റ് കൾച്ചർ എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ, തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാത്രം പണം ചേർത്ത് വെച്ചു, അവർക്ക് വേണ്ടി ജോലികൾ ഉണ്ടാക്കി, അവർക്ക് വേണ്ടി വീടുകൾ കെട്ടി. പറഞ്ഞാൽ നിങ്ങൾക്ക് അതിശയം തോന്നും. ലൈസൻസ്, പെർമിറ്റ്, കോട്ട, ഗവൺമെന്റ്. അതിൽ ബിർലാജി എത്രയാണ് അടയ്ക്കുന്നത്? അതായത് സംഭാവനയുടെ കാര്യം. എത്ര പണം വന്നോ 1960 തെരഞ്ഞെടുപ്പിൽ, 62 തെരഞ്ഞെടുപ്പിൽ, 65 തെരഞ്ഞെടുപ്പിൽ എല്ലാം ടാറ്റയും ബിർലയും ഡാൽമിയാണ് കൊടുത്തിരിക്കുന്നത്. ആ ലൈസൻസ്, പെർമിറ്റ്, കോട്ട ഭരണത്തിൽ ബിർല അംബാസഡർ കാർ നിർമ്മിക്കും, പിന്നെ ബജാജ് സ്കൂട്ടർ നിർമ്മിക്കാൻ തുടങ്ങും, ഡാൽമിയാജി സിമന്റ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും, ടാറ്റാജി സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. പുതിയ ബിസിനസ്സുകാർക്ക് അവസരമില്ല. ഇതൊക്കെ നടന്നതുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയണ്ടേ? അതല്ലേ അതിന്റെ ശരി. ഇതൊക്കെ താങ്കളോട് ആരാണ് പറയുന്നത്? ഇതെല്ലാം ഞാൻ വായിച്ചതാണ്. വായന എനിക്ക് വളരെ ഇഷ്ടമാണ്. ജനങ്ങളും ഇതൊക്കെ അറിയട്ടെ. എനിക്ക് റിസർച്ച് ഇഷ്ടമാണ്. ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്നുണ്ട് ഞാൻ. ഉറങ്ങുന്നതിന് മുമ്പ് 2 മണിക്കൂറെങ്കിലും ഞാൻ പുസ്തകം വായിക്കാറുണ്ട്.
കോൺഗ്രസിലുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിഷികാന്ത് ദൂബെയെ കോൺഗ്രസിനെതിരായിട്ട് മോദിജിയാണ് പറഞ്ഞു വിടുന്നതെന്നാണ്. മോദിജി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന് അങ്കലാപ്പാണ്. ആരെങ്കിലും റാം 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 എന്ന് ജപിക്കുന്ന പോലെ പ്രതിപക്ഷം മോദി 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 എന്ന് ജപിക്കുകയാണ്. ആരെന്ത് ചെയ്താലും അത് മോദിജി ചെയ്തു എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള റിസർച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടി താങ്കൾ ഏതെങ്കിലും ഒരു ടീമിനെ വെച്ചിട്ടുണ്ട്? ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. വൺ മാൻ ആർമി. 11 മണി മുതൽ രാത്രി 2 മണി വരെ ദിവസവും ഞാൻ 2 മണിക്കൂറെങ്കിലും വായിക്കും. അങ്ങനെ വായിക്കുന്നത് കൊണ്ടാണ് ജനങ്ങളോട് പറയാൻ കഴിയുന്നത്. താങ്കൾ രാത്രി മുഴുവനും മണിക്കൂർ കണക്കിന് നെഹ്റുവിനെക്കുറിച്ചും ഗാന്ധിയെക്കുറിച്ചുള്ള പുസ്തകങ്ങളെ വായിക്കാറുള്ളൂ? അല്ല, രാജ്യത്തെക്കുറിച്ചാണ് വായിക്കുന്നത്. ഞാൻ പാർലമെന്റിന്റെ ഡിബേറ്റ് വായിക്കും. ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം പാർലമെന്റിൽ നടന്ന ചർച്ചകളാണ്. അതായത് പാർലമെന്റിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ഓൺലൈനിലുണ്ടല്ലോ. നിങ്ങൾ ലൈബ്രറിയിൽ മെമ്പറായാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് കോൺഗ്രസിന്റെ ഒരു MP സ്പീക്കറിനെതിരായി കൊടുത്ത പരാതിയിൽ, സ്പീക്കറിനെ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ പരാതിയിൽ അതിലും താങ്കളുടെ പേര് വന്നിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട പരാതി എന്താണെന്ന് വെച്ചാ താങ്കൾ ഇന്ത്യയുടെ 2 പ്രധാനമന്ത്രിമാരെ അപമാനിച്ചിരിക്കുകയാണ്. അത് സ്പീക്കർ തടഞ്ഞില്ലെന്നാണ് പറയുന്നത്. പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളിത് കാര്യമാക്കരുത്. പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതെല്ലാം പുസ്തകത്തിൽ എഴുതിയതുമാണ്. ഒരു തവണയല്ല, 50 തവണ പറയാൻ പറഞ്ഞാലും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ താങ്കളുടെ കാര്യത്തിൽ സ്പീക്കറാണ് കുടുങ്ങിയത്. അദ്ദേഹത്തിനെതിരായിട്ട് റിമൂവൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. സ്പീക്കർ സാർ അദ്ദേഹത്തിന്റെ തീരുമാനം അദ്ദേഹം എടുക്കാറുണ്ട്. കാരണം പ്രതിപക്ഷത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. അവരുടെ ഭാഗത്ത് ഭൂരിപക്ഷമില്ല. സ്പീക്കർ പ്രതിപക്ഷത്തിന്റെ കരുണയിലല്ലല്ലോ. NDA ആണ് അദ്ദേഹത്തിന് ആ പദവി കൊടുത്തിരിക്കുന്നത്. ഇന്ത്യക്ക് ഭൂരിപക്ഷമുള്ളിടത്തോളം കാലം അദ്ദേഹം അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ പറയുന്നത്. രാഹുൽ ഗാന്ധി ഒരുപാട് ഇലക്ഷനുകളിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് മീഡിയയും അദ്ദേഹത്തെ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല. എവിടെയും ആ കാര്യം എത്തുന്നില്ല. ജനങ്ങൾക്കും താല്പര്യമില്ല, മീഡിയയ്ക്കും താല്പര്യമില്ല. അതുകൊണ്ട് അവർ പുതിയ പുതിയ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഈ പറയുന്ന പോലെ സ്പീക്കർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല, മീഡിയ സംസാരിച്ചിട്ടില്ല. പക്ഷെ പാർലമെന്റിൽ താങ്കൾ മാത്രം സംസാരിക്കുന്നു. അതിനെക്കുറിച്ച് അവരല്ലേ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. ഞാൻ നിങ്ങളോട് കോൺഗ്രസിനെ കുറിച്ച് പറയാം. ബീഹാറിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. नहीं खाए भर थारी, नहीं सुतब गुर थारी. രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ ഇപ്പൊ അങ്ങനെയാണ്. ഞാൻ ഇത് ചെയ്യും അത് ചെയ്യും എന്നൊക്കെ വിളിച്ചു പറയും. തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നു, നർവാനയുടെ പുസ്തകം ഇറങ്ങി, എന്റെ അടുത്ത് ഇങ്ങനൊരു ഫയലുണ്ട്, ഞാൻ ആറ്റം ബോംബ് ഉണ്ടാക്കും. എന്നിട്ട് അവസാനം എന്താകും? ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നു. ഓഡിയൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? താങ്കൾക്ക് കേന്ദ്രമന്ത്രി ആവാനാണോ ആഗ്രഹം, അതല്ല സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആവാനാണോ ആഗ്രഹം? സർ, ദയവ് ചെയ്ത് താങ്കൾക്ക് ഒന്നിനും ആഗ്രഹം ഇല്ലാന്ന് മാത്രം പറയരുത്. രാഷ്ട്രീയത്തിലുള്ള എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ സർ. രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. എനിക്ക് MP ആകണമെന്നുള്ള ആഗ്രഹമുണ്ടായ ആ കാലഘട്ടത്തിൽ എൻ്റെ മുൻഗാമികളായിരുന്നവരെ മീനു മസാനി, മധു ലീമിയെ, ജോർജ് ഫെർണാണ്ടസ്, അടൽ ബിഹാരി വാജ്പേയി ഇങ്ങനെയുള്ള നേതാക്കളായിരുന്നു. പക്ഷേ പാർട്ടി എനിക്ക് തന്നൊരവസരം, ഞാനിപ്പോഴും അത് പറയും. പാർട്ടി എനിക്ക് തന്ന അവസരം ആസ് എ മെമ്പർ ഓഫ് പാർലമെന്റ്, എൻ്റെ പ്രവർത്തനങ്ങളുടെ മെച്ചം പാർലമെന്റിൽ അറിയാൻ കഴിയും. അതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. താങ്കൾ കാരണം പാർലമെന്റ് പ്രക്ഷുബ്ധമാവുന്നതോർത്ത് താങ്കൾക്ക് സന്തോഷമാണോ? അല്ല, എൻ്റെ സന്തോഷം എന്താന്ന് വെച്ചാൽ കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടെന്നാണ്. അതിന് പാർട്ടി എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ നിഷികാന്ത് ദൂബെയുടെ മേലുള്ള അടുത്ത കുറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. രാഹുൽ ഗാന്ധിയുടെ കോൺഫിഡൻസ് എന്താന്ന് വെച്ചാൽ നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. താങ്കൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി ഒരു അർബൽ നെക്സലൈറ്റ് ആണെന്നാണ്. എന്റെ അഭിപ്രായത്തിൽ അതുപോലും ചെറുതായി പറഞ്ഞെന്ന് വേണം പറയാം. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഒരു വാർത്ത കിട്ടുകയാണെങ്കിൽ അതും ഞാനിവിടെ പറയാൻ തയ്യാറാണ്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിഷികാന്ത് ദൂബെയോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ BJP നേതാവായ നിഷികാന്ത് ദൂബെയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഗാന്ധി കുടുംബത്തിനെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന് താങ്കൾ ചെയ്യുന്ന ആ സേവനങ്ങൾ, അതുപോലെ ഈ അർപ്പണിപ്പും, ഇത് റീസെൻ്റായിട്ട് വന്നതാണോ അതോ കുറേ നാളായിട്ടുള്ളതാണോ? ഇല്ല, ഗാന്ധി കുടുംബത്തോട് എനിക്ക് എപ്പോഴും ബഹുമാനമേ ഉള്ളൂ. ബഹുമാനം കൊണ്ടാണ് ഇതെല്ലാം ഞാനിപ്പോൾ ചെയ്യുന്നത്. കാരണം അവർ രാജകുടുംബമല്ലേ, ഞാനൊരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ആളാണ്. എൻ്റെ കടമ അവരെ സേവിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ.
താങ്കൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിരുന്നു. അതിൽ സോണിയാഗാന്ധി താങ്കളെ കണ്ട സമയത്ത് അവരൊരു അമ്മയെ പോലെ പെരുമാറിയതായിട്ടാണ് താങ്കൾ പറഞ്ഞത്. അതെ, സോണിയാഗാന്ധി ഇപ്പോൾ ഒരു പൂർണ്ണമായ ഇന്ത്യൻ സ്ത്രീയായി മാറി. അവർക്ക് 2 ജോലിയേ ഉള്ളൂ. അതിൽ ഒരു ജോലി മകനെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്തുക എന്നത്, മറ്റൊന്ന് മരുമകനെ സഹായിക്കുക. ഇവിടെ മകന്റെ കാര്യത്തിലൊന്നും സെറ്റാവുന്നില്ല. മരുമകനെ സഹായിച്ചതെല്ലാം തന്നെ CBI അന്വേഷണത്തിൽ പോയി നിൽക്കുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് സോണിയാജിക്ക് വ്യക്തമായിട്ടറിയാം. ഇയാൾ പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം. 2024 ഇന്ററിൻ ബഡ്ജറ്റ് അത് കഴിഞ്ഞ് അവർ പുറത്തു വരുന്ന സമയത്ത് ഞാൻ രാജ്യസഭയിലേക്ക് പോവാണെന്ന് പറഞ്ഞു. അന്ന് അവർക്ക് സുഖമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരെ കണ്ട് ഹെൽത്ത് അന്വേഷിക്കാൻ വേണ്ടി പോയിരുന്നു. അവരെൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെപ്പോലൊരാൾ പാർലമെന്റിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പാർലമെന്റിൽ നിന്നുകൊണ്ട് അവരോട് താങ്കളുടെ മകൻ അലക്ഷ്യമായിട്ട് വരുന്നെന്ന് പറഞ്ഞു. പാർലമെന്റിൽ ഇതുവരെ റെക്കോർഡുണ്ട്. ഞാൻ പാർലമെന്റ് വെറും അരമണിക്കൂർ മാത്രമേ മിസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ പൈജാമ കുർതയിടാതെ പാർലമെന്റിന്റെ അടുത്ത് പോലും പോയിട്ടില്ല. കാരണം സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ഒരുപാട് പേർ കഷ്ടപ്പെട്ടതാണ്. അവരുടെ ആത്മാക്കൾക്ക് സങ്കടമാവും. ഞാൻ ഇതിനു വേണ്ടിയാണോ കാത്തിരുന്നത്? സ്വദേശിക്ക് വേണ്ടി സംസാരിച്ചു, ഗാന്ധിജിക്ക് വേണ്ടി സംസാരിച്ചു, ജർഗയ്ക്ക് വേണ്ടി സംസാരിച്ചു. അങ്ങനെയുള്ളപ്പോ കീറി ഒരു പാന്റ് ഇട്ടോണ്ട്, ഒരു ടീഷർട്ട് ഇട്ടോണ്ട് വന്ന് പറയും ഞാനാണ് ഭാവി പ്രധാനമന്ത്രി എന്ന്. അപ്പോ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ സുർജെ മുതൽ KC വേണുഗോപാൽ വരെ ബഹളം വെച്ചുകൊണ്ടിരിക്കും, ഇദ്ദേഹമാണ് ഭാവി പ്രധാനമന്ത്രി എന്ന്. അങ്ങനെയുള്ളവർ ഒരിക്കലും ഇങ്ങനെയുള്ള ഡ്രസ്സിട്ട് വരരുത്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സോണിയാഗാന്ധിയും പറഞ്ഞു നിഷികാന്ത് ലൂയി വിത്തോന്റെ ടീഷർട്ട്, അർമാനി സ്യൂട്ട് ഇതെല്ലാമാണ് ധരിക്കുന്നതെന്ന്. ഞാനൊരു പാവപ്പെട്ടവനാണെന്ന് നിങ്ങളോട് ഞാൻ എപ്പോഴാ പറഞ്ഞത്? അത് ഇടില്ലാന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞത്? ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പാർലമെന്റിൽ വരരുത്. ഞാനൊരിക്കലും ഇതുപോലെയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരില്ല. ഇത് പാർലമെന്റിനെ ബഹുമാനിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ വേണേലിരുന്നു, അതിൽ ആർക്കും ഒരു പരാതിയുമില്ല. പക്ഷെ പാർലമെന്റിന്റെ ഡിഗ്നിറ്റി എന്താ? നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന ആളല്ലേ. താങ്കൾ വസ്ത്രധാരണത്തെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്, അവരുടെ ജീവിത രീതികളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഒരു അർബൻ നെക്സലറ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇലക്ഷൻ കമ്മീഷന് സംശയം, ജുഡീഷ്യറിയെ സംശയം, ബ്യൂറോക്രസിയെ സംശയം, പ്രധാനമന്ത്രിയെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ജനാധിപത്യത്തെ തന്നെ നിങ്ങൾ സംശയിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹം യാത്രകൾ പോകുമ്പോൾ വിയറ്റ്നാം, കംബോഡിയ, ബഹ്റിൻ അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്നുണ്ട്. കൂടാതെ USA, ഫോർഡ് ഫൗണ്ടേഷൻ, പിന്നെ സോറസ് ഫൗണ്ടേഷൻ, സാം പിത്രോഡയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ പോയി വന്ന് പിന്നീട് ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ നോക്കുന്നു. ആർമിക്കെതിരായ അഗ്നിവീറിനെ കുറിച്ച് പറയുന്നു. ഇവിടെ സമാധാനമില്ലാത്തൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെയുള്ളവർ അർബൻ നക്സലേറ്റ് എന്ന് പറയാതെ വേറെന്ത് പറയാനാണ്? യഥാർത്ഥത്തിൽ അതൊരു ചെറിയ വാചകമാണ്. ഇതിലും നല്ലൊരു വാചകം കിട്ടിയാൽ അത് ഉപയോഗിക്കാനും എനിക്ക് മടിയൊന്നുമില്ല. ഞാൻ തയ്യാറാണ്. ഈ രാജ്യത്തെ ഏകദേശം 50 വർഷം ഭരിച്ചൊരു പാർട്ടിയാണ്. രാഹുൽ ഗാന്ധിയും 10 വർഷമായിട്ട് ആ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ഈ ദേശത്തെ പിരിക്കുന്ന വ്യക്തി ദേശദ്രോഹി എന്നൊക്കെ വിളിച്ചാൽ എങ്ങനെയാ? നിങ്ങൾക്കങ്ങനെ തോന്നുന്നില്ലേ? ആർമിയിൽ അഗ്നിവീർ പദ്ധതിയിലൂടെ യുവാക്കളെ സെലക്ട് ചെയ്യുന്നു. അവരെ നിങ്ങൾ പലതും പറഞ്ഞ് ദേഷ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ, അതായത് നമ്മുടെ പ്രധാനമന്ത്രി ശരിക്കും പറഞ്ഞാൽ അധിക അളവിൽ ഈ ലോകത്തിൽ തന്നെ വളരെയധികം ബഹുമാനവും ആദരവും നമ്മുടെ പ്രധാനമന്ത്രിക്ക് കിട്ടിയിട്ടുണ്ട്. ആ പ്രധാനമന്ത്രി കാരണമാണ്, അതായത് ഇന്ന് ലോകം മുഴുവനും G20 ആവട്ടെ, G7 ആവട്ടെ, എവിടെ പോയാലും ചിലർ പറയും പ്രധാനമന്ത്രി എന്റെ സുഹൃത്താണ്. അതായത് ട്രംപ് പോലും ഇദ്ദേഹം എന്റെ സുഹൃത്താണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവർ പറയുന്നു നരേന്ദ്ര സറണ്ടർ എന്ന്. നിങ്ങളിങ്ങനെ അലക്ഷ്യമായി പാർലമെന്റിൽ നിന്നുകൊണ്ട് ഒച്ചവച്ചാൽ ശിവനെ കുറിച്ച് പറയുന്നു, മുദ്രയെക്കുറിച്ച് പറയുന്നു. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ല. മുദ്ര എന്ന് വെച്ചാൽ 7 അല്ല, അത് 14 കലകളാണ്. അതായത് റാണി, പട്രാണി, മഹാറാണി, കൃഷ്ണ, ഗീത, രാമായണം, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ല. പിന്നെ ജാതിയെക്കുറിച്ച് ചോദിക്കും, നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടവരാന്ന് ചോദിക്കും. 2014 വരെ നിങ്ങൾ ഭരിച്ചതാണ്. നിങ്ങൾക്കറിയില്ലേ എത്ര ഉദ്യോഗസ്ഥന്മാർ SC, ST, OBCയിലുണ്ടെന്ന്? എത്ര പത്രപ്രവർത്തകർ SC, ST, OBCയിലുണ്ട്? ഇവിടെയുള്ളവരെ ഇളക്കി വിടാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റ് സ്തംഭിപ്പിക്കാനാണ് നോക്കുന്നത്. നിങ്ങളെ അർബൻ നക്സൽ എന്ന് പറയാതെ വേറെന്ത് പറയാനാണ്? വിഭജിക്കാൻ നോക്കുന്നവരെ അതല്ലേ വിളിക്കാൻ പറയുന്നത് വെച്ചാൽ, ഞാൻ നരേന്ദ്രമോദിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, അതുപോലെ അദ്ദേഹത്തിനോട് ചാലഞ്ച് ചെയ്യുന്നു. അതുകൊണ്ടാണ് വിടാതെ എല്ലാവരും പിന്തുടരുന്നത്. നരേന്ദ്രമോദിജിയോട് നിങ്ങൾ എന്താണ് ചോദിക്കാൻ പോകുന്നത്? അദ്ദേഹം അതെല്ലാം കടന്ന് മുകളിലാണ്. അദ്ദേഹത്തോട് ആദ്യം അവരോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കട്ടെ. റീസെന്റ് ആയിട്ട് നടന്ന ഒരു കാര്യം പറയാം. അതായത് അമേരിക്കയോടൊപ്പം ചേർന്ന
ട്രേഡ് ഡീലിൽ ഇന്ത്യ ഇട്ട എഗ്രിമെന്റിൽ ട്രംപ് പറയുന്നത് പോലെയാണ് നിങ്ങൾ അനുസരിക്കുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് ഇന്ത്യ എപ്പോൾ സറണ്ടറായെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പിതാവ് സൂപ്പർ കമ്പ്യൂട്ടർ കൊണ്ടുവരുമെന്ന് പറഞ്ഞ സമയത്ത് സറണ്ടറായി. അഫ്ഗാനിസ്ഥാൻ പിന്നെ പാകിസ്ഥാൻ ഇവർ തമ്മിലുണ്ടായ ഉടമ്പടിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ഞങ്ങൾ റഷ്യക്കെതിരായി അമേരിക്കയ്ക്ക് അനുകൂലമായി നടപടിയെടുത്തു. റഷ്യൻ ഫോഴ്സസ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്തു പോകാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇത് പുറത്താർക്കും അറിയില്ല. സറണ്ടർ എപ്പോഴാണ് ഉണ്ടായെന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഗോതമ്പ് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തപ്പോൾ നടന്നതാണ്. അതായത് സറണ്ടർ നടന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വ്യോമസേനയെ 1961 അമേരിക്കയ്ക്ക് കൊടുത്തു. ഒരു സൈന്യത്തെ അമേരിക്കയ്ക്കായി കൊടുത്തു. അതാണ് സറണ്ടർ. ഇപ്പോഴും നന്ദാദേവി മലയിൽ ഞാൻ ഓൺ റെക്കോർഡാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് 62 ചൈനയുമായിട്ടുള്ള യുദ്ധം അവരുടെ ഉപദേശം അനുസരിച്ചാണ് നടന്നത്. ഇന്നും ന്യൂക്ലിയർ ഡിവൈസ് നന്ദാദേവി ഭാഗത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് നോർത്ത് ഇന്ത്യ മുഴുവൻ ഗംഗയുടെ തീരങ്ങളിൽ ജനങ്ങൾക്ക് ക്യാൻസർ പിടിപെട്ടിരിക്കുന്നു. നിങ്ങളാണ് സറണ്ടർ ചെയ്തത്. ഞങ്ങളുടെ നേതാവ് നമ്മുടെ ബലത്തെയാണ് കാണിച്ചത്. ട്രംപിനെ ട്രേഡ് ഡീലിനു വേണ്ടി നിർബന്ധിതനാക്കി. അത് ബംഗ്ലാദേശ് ആയിക്കോട്ടെ, ശ്രീലങ്ക ആയിക്കോട്ടെ, പാകിസ്ഥാൻ ആയിക്കോട്ടെ, അവരുടെ ഉടമ്പടി പ്രകാരം 19-20% ആയിരുന്നു, ഞങ്ങൾ 80% ആക്കി. ആദ്യം അവർ ചെയ്തത് മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ പറയാവൂ. അവരുടെ രണ്ടാമത്തെ കുറ്റാരോപണം എപ്പോഴും ഇത് തന്നെയാണ്. അതായത് ഇന്ത്യ ചൈനയോട് സറണ്ടറായി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റിനെ കണ്ടാൽ പേടിക്കുകയാണെന്ന്. ഹാൻഡേഴ്സൺ ബ്രൂക്സ് റിപ്പോർട്ടിൽ ഭഗത് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ കോൺഗ്രസ് അത് പുറത്തുവിട്ടിട്ടില്ല. അതിൽ 38,000 സ്ക്വയർ കിലോമീറ്റർ ചൈന യഥാർത്ഥത്തിൽ കയ്യേറിയിരിക്കുകയാണ്. ഈ കാര്യം പാർലമെന്റിൽ പറയുന്ന സമയത്ത് അപ്പോൾ തന്നെ മുൻ പ്രതിരോധ മന്ത്രി മഹാവീർ ത്യാഗി ചോദ്യമുന്നയിച്ചു. ഈ ഭൂമി നിങ്ങൾ എങ്ങനെ വിട്ടുകളയും? ശരിക്കും ഈ യുദ്ധം എങ്ങനെ ഉണ്ടായി? ടിബറ്റും ഇന്ത്യയും ചൈനയും സഹോദരങ്ങളെ പോലായിരുന്നല്ലോ. അതിന് അവർ പറയുന്നത് ആ സ്ഥലത്ത് പുല്ലുപോലും മുളക്കില്ലെന്ന് പറഞ്ഞു. അതായത് പ്രയോജനമില്ലാത്ത ഭൂമി. അതിന് മഹാവീർ ത്യാഗി പറഞ്ഞു, നിങ്ങളുടെ തലയിൽ ഒരു രോമം പോലും ഇല്ലല്ലോ, എന്നുവെച്ച് നിങ്ങളുടെ തല വെട്ടിക്കളയാൻ പറ്റുമെന്ന് ചോദിച്ചു. കാരണം അതും മൺയൂസല്ലേ, തലയിൽ ഒരു രോമം പോലും ഇല്ലല്ലോ. അതായത് സറണ്ടർ നിങ്ങളുടെ മുത്തശ്ശന്റെ കാലത്ത് നടന്നതാണ്. അതാണിപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. എന്നാൽ കൽവാൻ മുതൽ ഭൂട്ടാൻ വരെ ഉണ്ടായ എതിർപ്പുകളിൽ ഞങ്ങൾ ചൈന സൈന്യത്തെ ഞങ്ങൾ പിന്തള്ളിയിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ ചൈന ക്ഷണിച്ചത്. അതുകൊണ്ടാണ് അവർക്ക് അമർഷവും. 2008 എഗ്രിമെന്റ് സൈൻ ചെയ്തതാണ്. അവർ വിചാരിച്ചു ഏജന്റിന് വെച്ച് ഇതൊക്കെ എളുപ്പം തീർക്കാമെന്ന്. പക്ഷേ മോദിജി വന്നതിന് ശേഷം ഇതെല്ലാം അവസാനിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് അവർ വല്ലാതെ വിഷമിക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറയുകയാണ് രാഹുൽ ഗാന്ധി അയോധ്യയിലുള്ള രാമക്ഷേത്രത്തിൽ പോയില്ലെന്ന്. അതായത് യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിൽ പോയാൽ എന്താ, പോയില്ലെങ്കിൽ എന്താ? താങ്കൾക്ക് എന്ത് പ്രശ്നമാണ്? അല്ല, നിങ്ങളെ ബ്രാഹ്മണനാണെന്ന് പറയുന്നു, പൂണൂലിടുന്ന ബ്രാഹ്മണനാണെന്ന് പറയുന്നു. നിങ്ങൾ എങ്ങനെ ബ്രാഹ്മണനായെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറയൂ, ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തെളിവ് തന്നിട്ടുണ്ട്. മീരാ കുമാർജി ജഗ്ജീവൻ രാംജിയുടെ മകളാണ്. പക്ഷേ അവർക്ക് കുഷ്വാ കുടുംബവുമായിട്ട് വിവാഹം നടന്നു. പക്ഷേ അവരുടെ കുട്ടികൾ ഷെഡ്യൂൾ കാസ്റ്റ് അല്ല. പക്ഷേ അംബേദ്കർ എഴുതിയതിൽ ഇങ്ങനെയല്ല പറയുന്നത്. ഹിന്ദുമതത്തിലെയും അത് തന്നെയാണുള്ളത്. ഒരു പെൺകുട്ടിയെ എങ്ങോട്ട് വിവാഹം കഴിച്ചയക്കുന്നോ അതാണ് അവരുടെ ജാതി. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ നിങ്ങളെ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ബ്രാഹ്മണർ ചെയ്യുന്ന പൂജകളെല്ലാം നിങ്ങളും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കില്ലേ? നിങ്ങളുടെ മുത്തശ്ശൻ അമ്പലത്തിൽ പോയിട്ടില്ല, നിങ്ങളും അയോധ്യയിൽ ചെന്ന് രാമക്ഷേത്രം ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. അത്രയേ ഉള്ളൂ. രാഹുൽ പാന്റ് ധരിച്ചാലും താങ്കൾക്ക് പ്രശ്നമാണ്, ജനു ധരിച്ചാലും താങ്കൾക്ക് പ്രശ്നമാണ്. ഞാൻ അദ്ദേഹത്തെ ഗൈഡ് ചെയ്യുകയാണ്. അദ്ദേഹം രാജകുടുംബത്തിൽപ്പെട്ടയാളല്ലേ. ആ രാജാവ് ഒരു ബ്രാഹ്മണനായതുകൊണ്ട്, പിന്നെ ഞാനൊരു മന്ത്രിയല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. അതായത് നിങ്ങളുടെ മുത്തശ്ശൻ ഖാദി ഉടുത്തുകൊണ്ടാണ് വന്ന് ഭരണം പിടിച്ചത്. നിങ്ങൾ നിങ്ങളെ ബ്രാഹ്മണനാണെന്ന് പറയുന്നു. നിങ്ങൾക്ക് കാവി ഉടുക്കണം, പിന്നെ അമ്പലത്തിൽ പോകണം. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇത് സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതും നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ താങ്കളെ കാണുന്നത് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാൽ എന്താ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ? ഞാൻ ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്നും പിൻവാങ്ങില്ല. പക്ഷേ പ്രിയങ്ക ഗാന്ധിക്ക് താങ്കളെ വളരെയധികം ഇഷ്ടമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. പാർലമെന്റിൽ താങ്കൾ പുസ്തകങ്ങളൊക്കെ കാണിച്ചപ്പോൾ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും പ്രശ്നമുണ്ടാക്കി. പക്ഷേ പ്രിയങ്ക ഗാന്ധി എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ താങ്കൾ പുസ്തകം തലകീഴായിട്ടാണ് പിടിച്ചിരിക്കുന്നത്, നേരെ പിടിക്കാൻ പറഞ്ഞു. പ്രിയങ്ക ഗാന്ധിക്ക് ഭയമായിരുന്നു റോബർട്ട് വാഡ്രയെ കുറിച്ച് ഞാനൊന്നും പറയാൻ പാടില്ലെന്ന്. അതുകൊണ്ട് അവരൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതാണ്. അതായത് ശരത് പവാറിന്റെ ബർത്ത്ഡേയുടെ സമയത്ത് അവിടെ ധാരാളം പേരുണ്ടായിരുന്നു. അപ്പോൾ താങ്കൾ രാഹുലിനോട് താങ്കളെക്കാൾ നന്നായിട്ട് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു.
എനിക്ക് തോന്നിയത് പറഞ്ഞു. എൻ്റെ MP അറ്റൻഡൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ശരിക്കും 100%. പാർലമെന്റിൽ കൂടുതൽ സമയം നിൽക്കുന്നയാളും ഞാനാണ്. അതായത് സഭ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നവരെ ഞാൻ അവിടെ ഉണ്ടാകും. ഞാൻ അവിടെ എല്ലാവരെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഞാനവിടെ ചേട്ടനനിയത്തി കാര്യം പറയുന്നതിന് മുൻപ് ഞാനൊരു 17-18 വർഷമായിട്ട് രാഹുൽജിയെ കാണുന്നുണ്ടല്ലോ. ഒന്നിലും ഒരു വ്യക്തതയില്ല. നിയമങ്ങൾ, സംവിധാനം, റൂൾ. ശരിക്കും പറഞ്ഞാൽ ഹെഡ്ഫോൺ എങ്ങനെ വെക്കണമെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. അത്രയ്ക്ക് അലസനാണ് അദ്ദേഹം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ജ്യോതിരാജ് സിന്ധ്യ പാർട്ടിയിലുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം പ്രോംപ്റ്റ് ചെയ്യും. പക്ഷേ പ്രിയങ്ക ഗാന്ധി അദ്ദേഹത്തെക്കാൾ ബോൾഡായിട്ട് സംസാരിക്കും. ഇതൊക്കെ താരതമ്യം ചെയ്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹത്തിന്റെ അനിയത്തിയോട് തന്നെ അദ്ദേഹം ദേഷ്യപ്പെടുന്നു. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം കോൺഗ്രസിനെ രക്ഷിക്കുക? എന്ത് സംഭവിച്ചാലും ശരി, കോൺഗ്രസ് 3 പ്രാവശ്യം പാർലമെന്റ് ഇലക്ഷനിൽ തോറ്റാലും രാഹുൽ ഗാന്ധിയുടെ കോൺഫിഡൻസ് വളരെ കൂടുതലാണ്. രാഹുൽ ഗാന്ധിക്ക് കോൺഫിഡൻസ് ഉണ്ടാകാൻ കാരണം അദ്ദേഹത്തിന് നഷ്ടപ്പെടാനൊന്നുമില്ലാത്തതുകൊണ്ടാണ്. ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ കോൺഫിഡൻസ് കൂടിയല്ലേ പറ്റൂ. ഓഡിയൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സർ, താങ്കളിപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് സോണിയാഗാന്ധി മേഡം രാഹുൽ ഗാന്ധിയെ ഭരണത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. എൻ്റെ ചോദ്യം എന്താണെന്നാൽ അതിൽ എന്ത് തെറ്റാണുള്ളത് സർ? ഒരമ്മ തങ്ങളുടെ മകന് രാഷ്ട്രീയ അധികാരം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ മകൻ ഒരു നല്ല നിലയിൽ എത്തിക്കാണോന്ന് ആഗ്രഹിക്കില്ലേ സർ? രാഷ്ട്രീയത്തിലേക്ക് ഒരിക്കലും കൊണ്ടുവരില്ല. അവൻ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യട്ടെ. രാജാവിന്റെ മകൻ രാജാവാകണമെന്ന് നിർബന്ധമില്ലല്ലോ. പക്ഷേ അവിടെ ചോദ്യം വളരെ ജെന്യൂൻ ആയിരുന്നു. ഒരുപക്ഷെ സോണിയാഗാന്ധി തന്റെ മകനെ രാഷ്ട്രീയത്തിൽ പ്രതിഷ്ഠിക്കാൻ നോക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി ആദ്യം തന്റെ മകനായ സഞ്ജയ് ഗാന്ധിയും പിന്നീട് രാജീവ് ഗാന്ധിയും കൊണ്ടുവന്നു. നെഹ്റു ഇന്ദിരാഗാന്ധിയെ കൊണ്ടുവന്നു. ഇതൊരു കുടുംബ രാഷ്ട്രീയമല്ലേ? ഇതിലെന്ത് തെറ്റാണുള്ളത്? അതാണല്ലോ പ്രശ്നം. ഇത് ജനാധിപത്യത്തിലെ പുതിയ രാജതന്ത്രമാണ്. അതിന്റെ പേരിൽ ഞങ്ങളെപ്പോലെ ചെറിയ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളുകളെ തടയണമെന്നുണ്ടോ? ഞാനൊരു കുഗ്രാമത്തിൽ നിന്ന് സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നയാളാണ്. ഞാൻ എന്റെ രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങളുടെ ഗ്രാമം, കൃഷി, പാവങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്നവർ, അവരുടെയൊക്കെ ഉന്നമനത്തിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസും BJPയും തമ്മിലുള്ള പോരാട്ട വ്യത്യാസം. താങ്കളല്ലേ പറഞ്ഞത് സോണിയാഗാന്ധി തന്റെ മകനെ ഭരണത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്ന്? അപ്പോ കോൺഗ്രസിലുള്ളവരെന്താ പറഞ്ഞെന്നറിയോ? താങ്കൾ ഭാര്യയെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ നോക്കിയാണെന്ന്. 2009 താങ്കളുടെ ഭാര്യയുടെ സ്വത്ത് മൊത്തത്തിൽ 50 ലക്ഷം മാത്രമായിരുന്നു. പക്ഷേ 2024 ആവുമ്പോൾ 31 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ്. ഞാനൊരു പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടിയിരുന്നു. അന്ന് ഞാൻ കോൺഗ്രസിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാണെന്ന് പറഞ്ഞു. കാരണം ഇതിനു മുമ്പ് എനിക്കും എൻ്റെ കുടുംബത്തിനും നല്ല പേരും നല്ല അഭിപ്രായവും ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് കോടിക്കണക്കിന് രൂപയുണ്ടെന്ന്, അതായത് SR വന്നുകൊണ്ട് കോടിക്കണക്കിന് രൂപയുണ്ടെന്ന് കോൺഗ്രസ് ഒരു പ്രസ് കോൺഫറൻസിൽ വെച്ച് ഇത്രയും വർഷത്തിനിടയ്ക്ക് എൻ്റെ അടുത്ത് 30 കോടിയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അന്നോട്ട് ചില സുഹൃത്തുക്കൾ എന്നോട് സംസാരിക്കുന്നത് നിർത്തി. ഞാൻ പാവപ്പെട്ടവനാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ലോക്പാലിന്റെ ജഡ്ജ്മെന്റ് വന്നു. അതിൽ എൻ്റെ ഭാര്യ നിഫ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അവർ ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് തന്നെ മാംഗൂസ്, സാറ പോലുള്ള കമ്പനികൾക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം 2009 മുതൽ ഇന്നുവരെ എൻ്റെ സ്വത്തിൽ 1 രൂപ പോലും കൂടിയിട്ടില്ല. ഒരുപക്ഷെ മാർക്കറ്റ് വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ലോക്പാലിന്റെ ജഡ്ജ്മെന്റും വന്നു കഴിഞ്ഞു. എന്നോടും എൻ്റെ കുടുംബത്തോടും കോൺഗ്രസ് ഒരുപാട് ദുഷ്പ്രവൃത്തി ചെയ്തു. ഇതൊക്കെ എനിക്ക് പുറത്തു പറയേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ചില ബിനാമി സ്വത്തുക്കളുണ്ടാവും, അത് ഞാൻ ഡിസ്ക്ലോസ് ചെയ്ത് നിങ്ങളോട് പറയാം. കോൺഗ്രസ് പറയുന്നത് വിശ്വസിക്കരുത്. എൻ്റെ അടുത്ത് വെറും 30 കോടിയല്ല 300 കോടിയുടെ സ്വത്തുണ്ട്. ഇങ്ങനെയൊരു കാര്യം പറയുന്ന ഒരേ ഒരു MP താങ്കൾ മാത്രമായിരിക്കും. അല്ല, എനിക്കെന്നും പറഞ്ഞൊരു സ്റ്റേറ്റസ് വേണമല്ലോ, വേറെന്ത് ചെയ്യാനാ. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ നിഷികാന്ത് ദുബെയോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. ആരെങ്കിലും എൻ്റെ പേരിൽ തെറ്റായ കുറ്റം ആരോപിച്ചാൽ, തെറ്റായ രീതിയിൽ, മോശമായ രീതിയിൽ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ, ഞാൻ ഗംഗാ നദിക്കരയിൽ ജനിച്ചു വളർന്നയാളാണ്. ഒന്നുകിൽ അവൻ ജീവനോടെ ഉണ്ടാകും, അല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാകും. എൻ്റെ ജീവിതത്തിലെ ഒരു രീതി ഇതാണ്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാർലമെന്റിലെ ഒരു കൊടുങ്കാറ്റ് എന്ന് വിളിക്കാവുന്ന നിഷികാന്ത് ദുബെയോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ BJP നേതാവ് നിഷികാന്ത് ദുബെയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം സ്ത്രീ നേതാക്കന്മാരെ അപമാനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നിഷികാന്ത് സാർ, പാർലമെന്റിൽ ധാരാളം സ്ത്രീ നേതാക്കന്മാരുണ്ട് താങ്കളുടെ കൊളീഗ്സ് ആയിട്ട്. അതിലൊരു വ്യക്തിയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ മഹുവ മൊയ്ത്ര.
അവരെ താങ്കൾ വ്യഭിചാര നഗറിലെ മരുമകൾ എന്നാണ് വിളിച്ചത്. അതായത് യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് ഇപ്പോൾ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ, ജനങ്ങൾക്കിപ്പോൾ ഹിന്ദിയിൽ ശരിക്ക് വായിക്കാൻ അറിയുന്നില്ല, ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ ട്വിറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദിയിൽ ഒരു പ്രൊഫസറാണ്. ഹിന്ദിയിൽ നിങ്ങൾ എന്നെക്കാളും വലിയ ജീനിയസാണ്. ഞാനത് പൂർണ്ണമായിട്ട് വായിക്കൂ, മുഴുവനും വായിക്കൂ. മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അറിയാത്ത ഒരു വ്യക്തി, പ്രത്യേകിച്ചും മനസ്സിന്റെ സമനില തെറ്റിയ വ്യക്തി, ബംഗാളിൽ നിന്ന് വന്ന ഒരു സ്ത്രീ MP, ഒപ്പം ജാർഖണ്ഡിൽ നിന്ന് വരുന്ന മാനസിക നില തകർന്ന ഒരു രാഷ്ട്രീയക്കാരൻ, ഇവരെക്കുറിച്ച് ആരും മതിപ്പില്ലാത്ത രീതിയിൽ അഭിപ്രായങ്ങൾ പറയണ്ട എന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ വ്യഭിചാരി നഗറിന് പോലും ചില മര്യാദകൾ നമ്മൾ നൽകിയിരുന്നു. സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ, പ്രസ് കോൺഫറൻസിൽ എന്നെ പിറ്റ്ബുള്ളെന്ന് വിളിക്കുന്നു, കൂടാതെ മറ്റു പലതും എന്നെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിക്കാർ അവർക്ക് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ഒരു ഭാഗത്ത് അവര്, പിന്നൊന്ന് ഞങ്ങളുടെ ഭാഗത്തുള്ള MLA. അദ്ദേഹം ജാർഖണ്ഡിലെ മന്ത്രിയാണ്. നടപടിയെടുക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ആവണ്ടേ? ഞാൻ MP, നിങ്ങൾ MLA, പിന്നെ പ്രായം കൊണ്ട് ഞാൻ മൂത്തതാണ്. അവര് ചീത്ത വിളിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കങ്ങനെ തോന്നി. ഇത് തെറ്റാണ്. यत्र नार्यस्तु पूज्यन्ते रमन्ते तत्र देवता. സ്ത്രീകളെ ബഹുമാനിക്കണം. സ്ത്രീ അമ്മയാണ്, മകളാണ്, ഭാര്യയാണ്. അതുകൊണ്ട് ആ ട്വിറ്റർ ഞാൻ മനഃപൂർവ്വം എഴുതിയതാണ്. പക്ഷേ ഞങ്ങളുടെ ഏരിയയിൽ ഇവർ MLAയും MPയുമാണ്. പക്ഷേ നമ്മുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ, അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ, വ്യഭിചാരിയാണെങ്കിൽ, അന്നത്തെ കാലത്ത് അവരെയും നമ്മൾ ബഹുമാനിച്ചിരുന്നു, അവരെയും നമ്മൾ നന്നായി പരിഗണിച്ചിരുന്നു. ഞാൻ ആ അർത്ഥത്തിലാണ് അത് പക്ഷേ താങ്കൾ എഴുതിയത്. വളരെ അല്ലാതെ ബുദ്ധിപരമായിട്ടാണ് ഉത്തരം പറഞ്ഞത്, ആരും താങ്കളെ കുറ്റപ്പെടുത്താത്തതുപോലെ. എല്ലാവർക്കും സത്യം അറിയാം. അതുപോലെ മറ്റൊരു കാര്യം ഞാൻ അംഗീകരിക്കുകയാണ്, അവരും തെറ്റായിട്ടാണ് സംസാരിക്കുന്നത്. താങ്കളെക്കുറിച്ചും താങ്കളുടെ ഭാര്യയെക്കുറിച്ചും താങ്കളുടെ സഹോദരിയെ താങ്കൾ വിവാഹം കഴിച്ചെന്നും. അതുകൊണ്ടാണോ താങ്കൾ അത്രത്തോളം ദേഷ്യപ്പെട്ടത്? എന്റെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോ 25 വർഷമായി കഴിഞ്ഞു. മക്കളൊക്കെ വളർന്നു വലുതായി. ഹേമന്ത് സോരെ എന്റെ പേരിൽ 52 കേസുകൾ കൊടുത്തു. എന്റെ 87-88 വയസ്സുള്ള അമ്മയുടെ പേരിലും കേസ് കൊടുത്തു. എന്റെ വൈഫിന്റെ പേരിലും കേസ് കൊടുത്തു. എന്റെ മക്കൾ വളർന്നു വലുതായി, 17-18 വയസ്സായി, അവരുടെ പേരിലും കേസ് കൊടുത്തു. പക്ഷേ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ കാര്യം എന്നോട് ചോദിച്ചാൽ, നിങ്ങൾക്ക് എത്ര സഹോദരിമാരുണ്ട്, എത്ര മക്കളുണ്ട്? ഞാൻ നിങ്ങളോട് പറയില്ല. ഇതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. ഞാൻ രാഷ്ട്രീയത്തിൽ ഇത്രയും കാലമായിട്ടും ഇതുവരെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. എന്റെ പേരിൽ എന്തു കുറ്റവും ആരോപിച്ചോളൂ. ഞാൻ ഇതുവരെ ആരുടെയെങ്കിലും അമ്മയുടെ പേരിലോ മകളുടെ പേരിലോ ഭാര്യയുടെ പേരിലോ ഒരു കുറ്റവും ആരോപിച്ചിട്ടില്ല. പക്ഷേ ഇവരിങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ എല്ലാവരും കണ്ണാടി വീടുകളിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കല്ലെറിയുമ്പോൾ നമ്മളത് തടയാൻ തയ്യാറാവണ്ടേ? ഞാൻ ഗംഗാ നദിക്കരയിൽ ജനിച്ചു വളർന്നയാളാ. ആ ഗംഗാ നദിക്കര എനിക്ക് അത്രയും ധൈര്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പോരാടും, ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ. അതായത് ഒരു MLA, ജാർഖണ്ഡിന്റെ MLA ആണ്. ദീപിക പറയുകയാണ് ഇതിനേക്കാൾ നല്ലത് ഞങ്ങളെ വ്യഭിചാരി എന്ന് വിളിക്കുന്നതായിരുന്നു. അത് ശരിക്കും അവര് വളർന്നു വന്ന ജീവിത രീതിയായിരിക്കാം. ഞങ്ങൾ വളർന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്കൊരു പാഠം പഠിപ്പിച്ചു തന്നു. ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. നിങ്ങളും മര്യാദയുള്ള ഭാഷ ഉപയോഗിക്കൂ, ഞാനും അതുപോലെ മര്യാദയുള്ള ഭാഷ തന്നെ പ്രയോഗിക്കാം. അവരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നിഷികാന്ത് ദുബെക്ക് ദേഷ്യം വരാൻ കാരണം അദ്ദേഹത്തിന്റെ MBA ഡിഗ്രി ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിന്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശരി, നിങ്ങളിത് ആദ്യമായിട്ട് ചോദിക്കുന്നതല്ലേ, എനിക്കും ഇത് വിശദീകരിക്കാനുള്ള ഒരു അവസരം കൈവന്നിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ജാർഖണ്ഡ് ഗവൺമെന്റ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണവും നടന്നിരുന്നു. ചാർജ് ഷീറ്റും സമർപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോർട്ടിൽ FIRഉം ചാർജ് ഷീറ്റും രണ്ടും ഉണ്ടായിരുന്നു. അവർ സുപ്രീം കോടതിയിൽ പോയി. എന്റെ പേരിൽ കേസ് നടത്താനായി ജാർഖണ്ഡ് ഗവൺമെന്റ് വക്കീലന്മാർക്ക് വേണ്ടി 60-70 കോടി രൂപ ചെലവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സുപ്രീം കോടതിയിൽ പരിശോധിച്ച ശേഷം എല്ലാം ശരിയാണെന്ന് പറഞ്ഞു. ഞാൻ 2019-ലും എന്റെ ഭാഗത്തുള്ള രേഖകളെല്ലാം ഞാൻ ഹാജരാക്കി. 2014-ലും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും എതിർപാർട്ടിക്കാർ പറയുന്നതാണ് ശരിയെന്ന് പറയുമ്പോഴാണ് എനിക്കെന്ത് ചെയ്യാൻ കഴിയും? സുപ്രീം കോടതിയെ പോലും നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ. താങ്കൾ വിഷയങ്ങളെ മാറ്റുന്നതിൽ പ്രത്യേക കഴിവ് ലഭിച്ച വ്യക്തിയാണ്. ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മെഹുവ മേത്ര പറഞ്ഞത് താങ്കളെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കണമെന്നാണ്. പക്ഷേ താങ്കൾ അവരെയാണ് പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയത്. ഞാൻ താങ്കളോട് നേരത്തെ പറഞ്ഞല്ലോ, അതായത് ആരാണോ എന്നോട്
പ്രശ്നമുണ്ടാക്കാൻ വരുന്നത്, അതും തെറ്റായ രീതിയിൽ, നുണപ്രചരണവുമായി, മോശമായ രീതിയിൽ അറ്റാക്ക് ചെയ്താൽ. ഞാൻ ഗംഗാ നദിക്കരയിൽ ജനിച്ചു വളർന്നയാളാണ്. ഒന്നുകിൽ അവരുണ്ടാവണം, അല്ലെങ്കിൽ ഞാനുണ്ടാവണം. ഇതാണ് എൻ്റെ ജീവിതത്തിലെ രീതി. അതുകൊണ്ടാണ് താങ്കൾ അവരുടെ മേൽ കുറ്റം ആരോപിച്ചത്. അവർ പണം വാങ്ങിച്ചുകൊണ്ട്, ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് പാർലമെന്റിൽ ഞാൻ സംസാരിക്കുന്നു. കുറ്റം ആരോപിച്ചതല്ല, പ്രൂവ് ചെയ്തതാണ്. പാർലമെന്റിൽ നിന്ന് അവരെ പുറത്താക്കി. സുപ്രീം കോടതിയും സമ്മതിച്ചു. ലോക്പാൽ ജഡ്ജ്മെന്റും വന്നു. കുറച്ചു ദിവസത്തിനകം ചാർജ് ഷീറ്റും ഫയലാകുമല്ലോ. ചാർജ് ഷീറ്റ് ഫയലായി കഴിഞ്ഞാൽ 7 വർഷം ജയിലിൽ പോയി കിടക്കേണ്ടി വരും. പിന്നെ 6 വർഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. 15 വർഷം അവരുടെ ജീവിതം തന്നെ വേസ്റ്റായി പോകും. അപ്പോൾ താങ്കളെ എതിർക്കുന്നത് വളരെ ആപത്താണ്. പക്ഷേ ഈ കാര്യങ്ങൾ സത്യമാണോ? അതായത് താങ്കൾക്ക് ലഭിച്ച ഇൻഫർമേഷൻ ഒരു വക്കീൽ മുഖേനയാണ് വന്നത്. ആ വക്കീൽ അവരോട് വളരെ ക്ലോസ് ആയിരുന്നു. ആ വക്കീൽ അവരെ പറ്റിച്ചുകൊണ്ടാണ് ആ പേപ്പർ താങ്കൾക്ക് നൽകിയെന്ന് കേട്ടു. ആരെ പറ്റിച്ചു എന്നുള്ളത് വക്കീൽ പറയേണ്ട കാര്യമാണ്. പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള ചില വിവരങ്ങൾക്ക് ഒരിക്കലും പ്രാധാന്യം കൊടുക്കുന്നൊരു വ്യക്തിയല്ല. പക്ഷേ എനിക്ക് പല വിവരങ്ങളും കിട്ടിക്കൊണ്ടേയിരിക്കും. എനിക്ക് കിട്ടിയ വ്യക്തിപരമായ വിവരങ്ങൾ വെച്ചുകൊണ്ട്, അതായത് എനിക്ക് എന്റെ റിസർച്ചിൽ വളരെ വിശ്വാസമുണ്ട്. ആസ് എ മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന നിലയ്ക്ക് എന്നോട് തന്നെ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. അതുകൂടാതെ എന്റെ പക്കൽ ഗവൺമെന്റിന്റെ ഇമെയിൽ ഉണ്ട്. ഇമെയിൽ പോളിസിയുടെ അടിസ്ഥാനത്തിൽ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യാനും തുറക്കാനുമുള്ള അധികാരം എനിക്ക് മാത്രമേ ഉള്ളൂ. ദർശൻ ഹീരാനന്ദാനി ഒരു വലിയ ബിസിനസ്മാനാണ്. അതായത് ഹീരാനന്ദാനി ബിൽഡേഴ്സ്. അദ്ദേഹത്തിനും മൗഹാമെത്രയ്ക്കും സുഹൃത്ത് ബന്ധമുണ്ട്. അവരവരുടെ പാസ്വേഡ്, അക്കൗണ്ട്, ഇമെയിൽ, ക്വസ്റ്റ്യൻ, അതായത് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം, എന്തൊക്കെ ചോദിക്കാൻ പാടില്ല. ദർശൻ ഹീരാനന്ദാനി അദ്ദേഹത്തിന്റെ ശത്രുക്കളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ, അതൊക്കെ മൗഹാമെത്രയാണ് ചോദിക്കുന്നത്. അതിന് പകരമായി എന്തെങ്കിലും സമ്മാനങ്ങൾ കിട്ടുന്നുണ്ടാവും, വിദേശത്ത് പോകാനൊക്കെ. അതൊക്കെ തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോഴാണ് ദർശൻ ഹീരാനന്ദിനെക്കുറിച്ച് ഞാൻ അറിയാനിടയായത്. അതിനുശേഷം ദർശൻ ഹീരാനന്ദാനിജിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. നിങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങളുണ്ട്, അതിനെന്താ മറുപടി? അതിന് അദ്ദേഹം എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നിഷിക ദുബെയെ ഞാൻ നോക്കിക്കോളാമെന്ന് മൗഹാമെത്ര പറഞ്ഞത്രേ. ഞാൻ സൗഹൃദത്തിന്റെ പേരിലാണ് അദ്ദേഹത്തോട് ഇക്കാര്യം പറയാൻ ഉദ്ദേശിച്ചത്. പിന്നീട് അദ്ദേഹം രക്ഷപ്പെടാൻ പല പഴുതുകളും നോക്കി. മൗഹാമെത്രയ്ക്കും അദ്ദേഹത്തിനും യാതൊരു ബന്ധവുമില്ലെന്ന് പറയുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും മൗഹാമെത്രയുമായി പങ്കുവയ്ക്കുന്നു. പിന്നീട് ഞാൻ എത്തിക്സ് കമ്മിറ്റിയിൽ പോയി. പിന്നെന്താണുണ്ടായെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അദ്ദേഹത്തിന്റെ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാതായി. ഇപ്പോഴും അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കിട്ടുമെന്നുള്ളത് സംശയമുള്ള കാര്യമാണ്. ഞാൻ അറിഞ്ഞത് അവർ താങ്കളോട് ക്ഷമ ചോദിച്ചൊരു കോംപ്രമൈസിൽ പോകാൻ ആഗ്രഹിക്കുന്നതാണ്. 2024 ഇലക്ഷനിൽ ജയിച്ചതിന് ശേഷം അവർ വന്നിരുന്നു. സോ രാഷ്ട്രീയത്തിനപ്പുറം ചില സുഹൃത്തുക്കളുമുണ്ടല്ലോ. അങ്ങനെ ഒരു 4-5 പേർ വന്ന് സംസാരിച്ചു. ഈ അടുത്ത കാലത്തൊരു വിവാഹത്തിൽ വെച്ച് ഞാൻ അവരെ കണ്ടുമുട്ടിയിരുന്നു. ഞാൻ ഈ കാര്യം എൻ്റെ സീനിയർമാരായ ലീഡർമാരുമായും സംസാരിച്ചു. ഇത് പാർട്ടിയുടെ പോരാട്ടമാണ്. ഇത് പാർലമെന്റാണ് തീരുമാനിക്കേണ്ടത്. പാർലമെന്റിൽ എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് പാർട്ടിയുടെ സീനിയർ ലീഡേഴ്സാണ് പറയേണ്ടത്. ഒരു സീനിയർ ലീഡർ പറഞ്ഞു, ഒരു വ്യക്തിയെ കണ്ട് സംസാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന്. പക്ഷേ നമ്മുടെ ഇമേജിന്റെ കാര്യത്തിൽ 2 കാര്യങ്ങൾ വ്യക്തമായുണ്ട്. അതായത് സംസാരിക്കാതെ തന്നെ പാർട്ടിയുടെ ഒഫീഷ്യൽ സ്പോക്ക് പേഴ്സണായി. രണ്ടാമതായി ഒരു ഇമേജുണ്ട്. ഒരു തവണ പോരാടാൻ തുടങ്ങിയാൽ എന്തു ചെയ്താലും എത്ര സമ്മർദ്ദം ചെലുത്തിയാലും മാറ്റാൻ കഴിയില്ല. എന്റെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കും. അതായത് എനിക്ക് ആവശ്യമുള്ള ഉത്തരം കിട്ടി. അതുകൊണ്ട് ഞാൻ ആ കാര്യം അതോടുകൂടി വിട്ടു. ഓഡിയൻസിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കും. താങ്കൾ സ്ത്രീകളെപ്പറ്റി കമന്റ് പറയും. താങ്കൾ വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ വൈഫ് താങ്കളെ വഴക്കു പറയൂ ഇല്ലയോ? ഇല്ലല്ല, ഞാനിതുവരെ പാർലമെന്റിൽ സ്ത്രീകൾക്കെതിരായി ഒരു ചെറിയ കാര്യം പോലും ഉന്നയിച്ചിട്ടില്ല. ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. സ്ത്രീകളുടെ റിസർവേഷന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പാർട്ടിയാണ് എന്നെ ഏൽപ്പിച്ചത്. ഞാൻ സ്ത്രീകളെക്കുറിച്ച് കമന്റ് അടിക്കില്ല. ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയാം. അതായത് പാർലമെന്റിൽ ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, എത്ര സ്ത്രീ പാർലമെന്റ് മെമ്പേഴ്സ് ഉണ്ടോ അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള അംഗമാണെങ്കിലും ശരി, അത് BJP ആണെങ്കിലും DMK ആണെങ്കിലും അല്ലെങ്കിൽ NCP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. അവരെല്ലാവരും എൻ്റെ കുടുംബ സുഹൃത്തുക്കളെ പോലെയാണ്. അതിൻ്റെ പേരിൽ എൻ്റെ വൈഫ് ചിലപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞേക്കാം, നിങ്ങൾക്കെന്താ ഇത്രയും പെൺസുഹൃത്തുക്കളുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. താങ്കൾ സ്ത്രീകൾക്കെതിരായിട്ടൊന്നും പറയുന്നില്ലെന്ന് പറയുന്നു. പക്ഷേ കോൺഗ്രസിന്റെ സ്പോക്ക് പേഴ്സണായ സുപ്രിയ സീനീത് പറയുന്നു, അവരുടെ ഒരു ട്വീറ്റാണ്, നിഷികാന്ത് ദുബെ ഒരു ബുദ്ധിയില്ലാത്ത ചിതറിയ മനസ്സുള്ള
ഒരു പെൺ MP ആയ മെഹുവ മോത്രയെയും മറ്റൊരു പെൺ MLAയും വളരെ വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചെന്നു. അതിന് മറുപടിയായി എനിക്ക് പറയാനുള്ളത്, സുപ്രിയജിയുടെ പേരിൽ എനിക്ക് ഒരു കമന്റും പറയാനില്ല. കാരണം സ്ത്രീകളെ ഞാൻ കമന്റ് അടിക്കില്ല. താങ്കളുടെ ആനിവേഴ്സറി വീഡിയോ അടുത്തിടെ വൈറലായിട്ടുണ്ട്. അതില് വലിയ വലിയ ഹോട്ടലുകളും ഗ്രാൻഡ് സെലിബ്രേഷനുകളും അതിൽ തന്നെ കോടികൾ ചെലവാക്കിയതായിട്ട് കണ്ടിട്ടുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണോ? ഞാനൊരു പാവപ്പെട്ടവനാണെന്ന് നിങ്ങളോട് എപ്പോഴാ പറഞ്ഞത്? ഞാൻ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ അവർ പറഞ്ഞ വീഡിയോ വൈറലായ സമയത്ത് ഒരു കുറ്റാരോപണം ഉണ്ടായിരുന്നു. എല്ലാ സുരക്ഷാ നടപടികളും ഗുൽമർഗിലും പെഹൽഗാമിലും താങ്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്നു, വന്ന VIP-കൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പെഹൽഗാമിൽ കൃത്യമായ സുരക്ഷ ഇല്ലാതെ പോയതെന്നാണ് പറയുന്നത്. കാശ്മീരിലെ ജനങ്ങളുടെ ജീവിത രീതിയും പിന്നെ അവിടുത്തെ ജോഗ്രഫിയും അറിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? പഹൽഗാമിനും ഗുൽമോറിനും ഇടയ്ക്ക് 3 മണിക്കൂർ ദൂരമുണ്ട്. ഒരുപക്ഷെ ഗുൽമോറിൽ നിന്ന് പഹൽഗാമിലേക്ക് പോയാലും അവിടുന്ന് 3 മണിക്കൂർ വേണം. അങ്ങനെയുള്ളപ്പോ 3 മണിക്കൂർ ദൂരമുള്ള സ്ഥലത്തേക്ക് 7 ദിവസം മുമ്പ്, അതായത് ഇത് നടന്നത് 14-15-ന്, പഹൽഗാമിൽ ആ സംഭവം 24-നാണ് നടന്നത്. അതായത് 7 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ എല്ലാ സെക്യൂരിറ്റിയും അവിടെ കൊണ്ട് നിർത്തിയായിരുന്നു. ഞാൻ 15-ാം തീയതി പോയില്ലേ? ഇതിനെക്കുറിച്ച് ജനങ്ങൾക്കറിയില്ല. സെക്യൂരിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ നക്സലറ്റ് ഏരിയയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടൊരു MP-യാണ്. 2009 മുതൽ എനിക്ക് Y+ സെക്യൂരിറ്റി ഉണ്ട്. പക്ഷേ ഇതുവരെ എന്റെ വണ്ടി, ഞാൻ സ്റ്റുഡിയോയിൽ വരുമ്പോഴും ഞാനാണ് വണ്ടി ഓടിച്ചു വന്നത്. ഞാൻ എന്റെ ബോഡി ഗാർഡ്സിനെ എന്റെ ഒപ്പം കൂട്ടിക്കൊണ്ടു വരാറില്ല. പോലീസിന് എനിക്ക് സുരക്ഷ തരണമെന്ന് തോന്നിയാൽ തരാം, അല്ലെങ്കിൽ വിട്ടുകളയാം. അവിടെ വന്നവർ പല രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട എന്റെ MP സുഹൃത്തുക്കളാണ്. അവിടെ വന്നവരിൽ ഒരാൾ പോലും സാധാരണ ബിസിനസ്മാനോ തൊഴിലുടമയോ പോലീസ് ഉദ്യോഗസ്ഥനോ അല്ല. എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ്. എല്ലാവരും MP-മാരാണ്. അവരിൽ ചിലർക്ക് Z സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, Z+ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, ഒരാൾക്ക് Y ഉണ്ടായിരുന്നു, ഒരാൾക്ക് Y+ ഉണ്ടായിരുന്നു. അത് അവരുടെ സെക്യൂരിറ്റി ആണെങ്കിൽ ജമ്മു കാശ്മീർ സർക്കാരിന്റെ ജോലിയാണത്. ഞങ്ങൾ സെക്യൂരിറ്റി ചോദിച്ചോ? ഞങ്ങൾ സെക്യൂരിറ്റി ചോദിച്ചിട്ടേ ഇല്ല. എനിക്കതിന്റെ ആവശ്യവുമില്ല. പേടി തോന്നിയില്ലേ? എന്തിനു ഭയപ്പെടണം? എന്നെ കണ്ട് മറ്റുള്ളവരാണ് ഭയപ്പെടുന്നത്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ നിഷികാന്ത് ദൂബെയോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. താങ്കൾ പറഞ്ഞു താങ്കളെ ഒരു വലിയ നേതാവായി കാണുന്നു എന്ന്. ബീഹാറിലേക്കും UP-യിലേക്കും വന്ന പിന്തുടർന്ന് അടിക്കുമെന്നാണ്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി പാർലമെന്റിലെ ഒരു വിവാദ നായകനാണ് നിഷികാന്ത് ദൂബെ. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ BJP നേതാവായ നിഷികാന്ത് ദൂബെയുടെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം ഭയപ്പെടുത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ നൽകുന്നു എന്നുള്ളതാണ്. അതായത് വളരെയധികം ഭയപ്പെടുത്തുന്ന, ചർച്ചയുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റാണ് താങ്കൾ നൽകിയത്. അതും രാജ് താക്കറെക്കെതിരായിട്ടാണ്. താങ്കൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, തന്നെ ഒരു വലിയ നേതാവായിട്ട് കാണുന്നുണ്ടോ? ബീഹാറിലേക്കും UP-യിലേക്കും വന്ന നിന്നെ വിരട്ടി അടിക്കുമെന്ന്. അതായത് ഈ പോരാട്ടം അതെന്താന്ന് വെച്ചാൽ, ബീഹാർ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, ബംഗാളിലെ ജനങ്ങൾ മുംബൈയിലേക്ക് പോകുന്നു, മഹാരാഷ്ട്രയിലേക്ക് പോകുന്നു. പക്ഷേ മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക്, അതായത് മുംബൈയിലെ ജനങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു, പിന്നെ ബീഹാറിലെ ജനങ്ങൾക്ക് അധികമായി നൽകുന്നു എന്ന് പറയുന്നു. ഈ രാജ്യത്ത് ഞങ്ങളാണ് കൂടുതൽ ടാക്സ് പേ ചെയ്യുന്നത്. മുംബൈ ഇല്ലെങ്കിൽ, മഹാരാഷ്ട്ര ഇല്ലെങ്കിൽ ഈ രാജ്യം ചലിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇത് വർഷങ്ങളായി നടക്കുന്ന ഒരു പോരാട്ടമാണ്. ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷേ ബീഹാറും ജാർഖണ്ഡും ഇല്ലെങ്കിൽ, മധ്യപ്രദേശോ ഛത്തീസ്ഗഡോ ഇല്ലെങ്കിൽ മുംബൈ എന്തു വിൽക്കും? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നികുതി ചുമത്തുന്നു. രാജ്യം മുഴുവൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ടാക്സ് പിരിച്ചുകൊണ്ടുപോയി അതടയ്ക്കുന്നു. LIC-യിൽ അടയ്ക്കുന്നു, സെബിയിൽ അടയ്ക്കുന്നു, NSE-യിൽ അടയ്ക്കുന്നു. ടാറ്റയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയുണ്ട്? ജാർഖണ്ഡ് എന്നൊന്നില്ലെങ്കിൽ ടാറ്റ ഒരിക്കലും വലിയൊരു സ്ഥാപനമായി മാറില്ലായിരുന്നു. ഇൻഡാൽക്കോ ഇല്ലെങ്കിൽ പലാമോയും ചത്രായും ഉണ്ടാവില്ലായിരുന്നു. അവർക്ക് ബോക്സൈറ്റ് മൈൻഡ് ഉണ്ടാവില്ലായിരുന്നു, ബിർല ഉണ്ടാവില്ലായിരുന്നു, ഡാൽമിയ ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾ തന്നെ പറയൂ, ഇത്രയും കൽക്കരി ഉണ്ടല്ലോ. ഈ രാജ്യത്തുള്ള 45% മിനറൽസ് ആൻഡ് മൈൻസ് ജാർഖണ്ഡിൽ മാത്രമാണുള്ളത്. അതിനു മുമ്പ് ബീഹാറിലായിരുന്നു. അതായത് ഞങ്ങൾ യുണൈറ്റഡ് ആയിരുന്ന സമയത്ത്. ഇവിടെ നമ്മളല്ല രാജാവ്. ഞങ്ങളുടെ നിർഭാഗ്യം എന്താന്ന് വെച്ചാൽ, ഞങ്ങളുടെ ക്ലൈമറ്റ് സൂട്ടാവുന്നില്ല. അതുകൊണ്ട് ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ വെച്ചിരിക്കുന്നു.
ആ ടാക്സ് ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളെ സ്വയം രാജാവായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ രാജാവെന്ന് സങ്കല്പിക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ രാജാവാണെങ്കിൽ ഈ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാണ് യഥാർത്ഥ രാജാക്കന്മാർ. അവർ വോട്ട് ചെയ്താലേ നമുക്ക് ജയിക്കാനാവൂ. ഗാന്ധി കുടുംബമോ നെഹ്റു കുടുംബമോ രാജാക്കന്മാരല്ല. ഇതല്ലേ യഥാർത്ഥ പോരാട്ടം. ഗാന്ധി നെഹ്റു കുടുംബത്തിൽ നടക്കുന്ന അതേ പോരാട്ടമാണ് ഞാൻ രാജ് താക്കറെയോട് പറഞ്ഞത്. അത് അദ്ദേഹം മനസ്സിലാക്കിയ നന്നായിരുന്നു. മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ? മനസ്സിലാക്കി മുംബൈയിലേക്ക് വന്ന മുക്കി കൊല്ലുവെന്നുള്ളത്. അതിനുശേഷം ഞാൻ 4 തവണ പോയിട്ട് വന്നല്ലോ. അത് കഴിഞ്ഞ് ഞാൻ 4 തവണ മുംബൈയിലേക്ക് പോയിട്ട് വന്നു. ഞാനന്ന് NCPയുടെ നേതാക്കളെ പലരെയും കണ്ടു. പക്ഷേ താങ്കൾ സുപ്രീം കോടതിയെ പേടിപ്പിക്കുന്ന പോലല്ലേ സംസാരിച്ചത്? താങ്കൾ സുപ്രീം കോടതിയെപ്പറ്റി എന്താണ് സംസാരിച്ചത്? ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് എന്താണ് സംസാരിച്ചതെന്ന് കേൾക്കൂ. ഈ രാജ്യത്തിനുള്ളിൽ നടക്കുന്ന പോരാട്ടങ്ങൾക്കും മതകലാപങ്ങൾ ഉണ്ടാകുന്നതിനും കാരണം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും പിന്നെ സുപ്രീം കോടതിയുമാണെന്നാണ്. ഇതിലെന്ത് തെറ്റാവുള്ളത്? ഈ നാട്ടിൽ എങ്ങനെയാണ് 2 വിധ നിയമങ്ങൾ? തീസ്ത സെറ്റിൽ വാർഡിന് ബെയില് കിട്ടാൻ, പിന്നെ യൂനിസ് ഖാന് ബെയില് കിട്ടാൻ, കൂടാതെ ദാവൂദ് ഇബ്രാഹിമിന്റെ ആളുകൾക്ക് ബെയില് കിട്ടാൻ സുപ്രീം കോടതി 12 മണിക്കും 1 മണിക്കും ഒക്കെ ഓപ്പൺ ചെയ്തു. പാർലമെന്റിൽ വഖഫ് നിയമം പാസാക്കി. പക്ഷെ നിങ്ങൾ ഉടൻ തന്നെ അതിനെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങിയില്ലേ? ഭരണഘടനയിലെ ആർട്ടിക്കിൾ 368 പറയുന്നത് നിയമ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം നമ്മുടെ പാർലമെന്റിന് മാത്രമേ ഉള്ളൂ. അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 368 ഈ അധികാരം നൽകുന്നു. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ചെയ്യേണ്ടത് ഇത് നടപ്പിൽ വരുത്തുക എന്നതാണ്. പക്ഷെ ഇവിടെ നടക്കുന്നത് മറ്റു പലതുമാണ്. അതായത് ഞങ്ങൾ IT ആക്ട് ഉണ്ടാക്കി. അതിവിടെയുള്ള കുട്ടികൾക്കെല്ലാം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതായത് 66 നിയമ ഭേദഗതികൾ വരുത്തി. നിങ്ങൾ പറയുന്നു എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന്. പക്ഷേ സുപ്രീം കോടതി ചെയ്തത് ഞങ്ങളുണ്ടാക്കിയ നിയമത്തെ റദ്ദാക്കുകയാണ്. ഇതിൽ കൂടുതലായി ബാധിക്കപ്പെട്ടവരാരാണ്? സ്ത്രീകൾ, കുട്ടികൾ, ഗ്രാമത്തിലെ ജനങ്ങൾ. അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമ്മെപ്പോലുള്ള ആളുകൾക്ക് കൂടുതലായി ബാധിക്കില്ല. നമുക്ക് ഇന്ത്യൻ ഗവൺമെന്റിന്റെ നിയമപരിരക്ഷയുണ്ട്. ആരെങ്കിലും നമുക്കെതിരായി ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ എക്സിലോ എന്തെങ്കിലും പോസ്റ്റ് ചെയ്താൽ അതെല്ലാം ഫാക്ട് ചെക്കിങ്ങിൽ ഇല്ലാതാക്കപ്പെടും. പിന്നെ അതുണ്ടാവില്ല. പക്ഷെ പെൺകുട്ടികളുടെ കാര്യം എടുത്തു നോക്കൂ. അതായത് സുപ്രീം കോടതി ഇങ്ങനൊരു നടപടി എടുത്തില്ലേ. പക്ഷെ വഖഫ് നിയമത്തിൽ എന്താ ഉണ്ടായത്? മാൾഡ മുഷീദാബാദിൽ ചില മുസ്ലിമുകൾ ഭയപ്പെടുത്തുകയുണ്ടായി. എന്റെ മണ്ഡലത്തിലേക്ക് 4,500-ഓളം ആളുകൾ ഓടിവന്നു. ഹിന്ദുക്കൾ ഞങ്ങളെ ഓടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് രാത്രിയും പകലും ആഹാരം നൽകുകയുണ്ടായി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു സാധാരണ MP അദ്ദേഹത്തിന് എത്ര നാളിങ്ങനെ ആഹാരം നൽകാൻ കഴിയും? ഞാൻ ഇതാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഞാൻ തെറ്റായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പേരിൽ 6 പേജിലാണ് പരാതി എഴുതിയത്. അതായത് 6 പേജ്. പക്ഷേ അവർക്കെതിരെ ഞാൻ തെറ്റായി എന്തെങ്കിലും പറഞ്ഞുവെന്ന് അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല. എന്റെ പേരിൽ ഒരു കേസും നൽകാൻ കഴിഞ്ഞില്ല. ഞാൻ ഇപ്പോഴും എന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയാണെന്നാണ് എന്റെ വിശ്വാസം. ജനങ്ങൾക്ക് വേണ്ടി ജയിലിൽ പോകേണ്ടി വന്നാലും എനിക്കതിന് വിഷമമില്ല. അത് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ കോടതികൾ പൂ പോലെ വളരെ മൃദുലമായ ഒന്നല്ല. ഇതുപോലത്തെ തമാശകൾ കേട്ട് ആരും വാടി പോകാറുമില്ല. അതായത് ഈ പാർലമെന്റും ഒരിക്കലും ഒരു പൂവല്ല. ഞങ്ങളൊരു നിയമം കൊണ്ടുവന്നു. അത് നടപ്പിലാക്കേണ്ടത് അവരുടെ ജോലിയാണ്. അത് പ്രാവർത്തികമാക്കിയാൽ നല്ലത്, അല്ലെങ്കിൽ ഭരണഘടന അതിനൊരിക്കലും അനുകൂലിക്കില്ല. അതെല്ലാം ഞങ്ങൾ എപ്പോഴും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കും. പാർലമെന്റിലുണ്ടായിരുന്ന പല വ്യക്തികളും, അതായത് ജയറാം രമേശ്, അദ്ദേഹം പറയുന്നത് നിഷികാന്ത് ദുബെ മനഃപൂർവ്വം സുപ്രീം കോടതിയെ ഇതിലേക്ക് കൊണ്ടുവന്ന് സർക്കാരിന്റെ ഒരു പ്രഷർ സുപ്രീം കോടതി കാണിക്കണം. 100 എലിയെ തിന്നിട്ട് പൂച്ച ഹജ്ജിന് പോയ പോലെയുണ്ട്. ഹൈക്കോടതിയുടെ വിധി അനുസരിച്ചാണ് എമർജൻസി അന്ന് നടപ്പിലാക്കിയത്. നിങ്ങളും ജയിലിൽ പോയി കാണും. 75 മുതൽ 77 വരെ. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഭരണഘടനയിലെ പലതും അവർ മാറ്റിമറിച്ചു. രാഷ്ട്രപതിയുടെ അധികാരം പോലും കുറച്ചു. 16 ജഡ്ജിമാരെ മറികടന്ന് ചന്ദ്രചൂഡിനെ ചീഫ് ജസ്റ്റിസായി നിയമിച്ചു. ജസ്റ്റിസ് HR ഖന്ന രാജിവെക്കേണ്ടി വന്നു. ഇതിനൊന്നും കോൺഗ്രസിന്റെ പക്കൽ നിന്ന് എനിക്കൊരു സാക്ഷിയും ആവശ്യമില്ല. നീതി വ്യവസ്ഥയിൽ ഞങ്ങളുടെ പാർട്ടിക്ക് വിശ്വാസമുണ്ട്. നീതി വ്യവസ്ഥയെ ഞങ്ങൾ എപ്പോഴും പിന്തുടരും. കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ ചെവി കൊടുക്കില്ല. ജനങ്ങളോടും അത് തന്നെ പറയും. ഇപ്പോൾ ഇംപ്രഷൻ എങ്ങനെയാ മാറുന്നതെന്ന് വെച്ചാൽ നിഷികാന്ത് ദുബെ തീരുമാനിച്ച സുപ്രീം കോടതിയെ പോലും പേടിപ്പിക്കാമെന്നാണ്. അല്ലല്ല, ഞാൻ എന്റെ അഭിപ്രായങ്ങൾ നേരായ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതി ആർക്ക് ഭീഷണിപ്പെടുത്താൻ കഴിയും? നീതി വ്യവസ്ഥയിൽ എല്ലാവർക്കും വിശ്വാസമാണ്. ഞാൻ പറയുന്നത് ഇതാണ്: നമ്മുടെ സംവിധാനത്തിൽ ഒരു നിയമം രൂപീകരിക്കുകയാണെങ്കിൽ അത് ബഹുമാനത്തോടുകൂടി സ്വീകരിക്കണം. സെക്ഷൻ 377 റദ്ദാക്കിയില്ലേ? സെക്ഷൻ 66A റദ്ദാക്കിയില്ലേ? NGT പോലെയാക്കിയില്ലേ? നിങ്ങളും ശ്രമിക്കുകയല്ലേ NGT പ്രാവർത്തികമാക്കാൻ? ഏത് നിയമമാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? അതുകൊണ്ടാണോ താങ്കൾ പറഞ്ഞത് സുപ്രീം കോടതി ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ പാർലമെന്റിന്റെ ആവശ്യം എന്താണെന്ന്? യെസ്, ഞാൻ ഇപ്പോഴും ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു. നിയമം രൂപീകരിക്കാനുള്ള അധികാരം പാർലമെന്റിന് മാത്രമേ ഉള്ളൂ.
സുപ്രീം കോടതിയുടെ കടമ അതിനെ ജനങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക എന്നതാണ്. നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അവർ വിശദീകരിച്ചു കൊടുക്കണം. സുപ്രീം കോടതി ഒരിക്കലും നിയമം ഉണ്ടാക്കാൻ പാടില്ല. അതായത് സുപ്രീം കോടതിയിൽ താങ്കളെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഏതൊരു പരിശ്രമത്തെയും ഉറപ്പായിട്ടും ഇരുമ്പ് കൈകൾ കൊണ്ട് തടയപ്പെടുമെന്ന്. എങ്കിൽ കേസ് കൊടുത്തുകൂടെ? ഇത് മാത്രം എന്തിനാണ് എഴുതി അങ്ങനെ വിട്ടുകളഞ്ഞത്? അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നുകൂടെ? എനിക്കെതിരെ 8 പേജുള്ള പരാതിയല്ലേ എഴുതിയത്? എങ്കിൽ നിഷികാന്ത് ദുബെയുടെ പേരിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കൂ, FIR രജിസ്റ്റർ ചെയ്യൂ, എന്നെ അകത്ത് പിടിച്ചിടൂ. ഇപ്പോ താങ്കളുടെ പാർട്ടിയുടെ നേതാവായ രാജീവ് പ്രതാപ് റൂഡി, അദ്ദേഹം പറയുന്നു നിഷികാന്ത് പ്രത്യേക ഒരു ഭരണം നടത്തുകയാണെന്നാണ്. മാത്രമല്ല അമിത്ഷായുടെ പേര് ദുരുപയോഗം ചെയ്യുന്നെന്നും പറയുന്നു. രാജീവ് പ്രതാപ് റൂഡിജി എൻ്റെ ഒരു പഴയ സുഹൃത്താണ്. അദ്ദേഹം 1999 ആദ്യമായി MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. പലതവണ MP ആയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ ഒറ്റയാൻ രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ അതിനേക്കാളും സന്തോഷമുള്ളൊരു കാര്യം എനിക്ക് വേറെയില്ല. അദ്ദേഹം തന്നെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, എനിക്ക് സർട്ടിഫിക്കറ്റ് തരുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ അഭിനന്ദനം വേറെന്താണ് എനിക്ക് വേണ്ടത്? അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം എനിക്കൊരു സർട്ടിഫിക്കറ്റ് തരുന്നു. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മോദിജിയെയും അമിത്ഷായെയും കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അവരെ ഇരുവരെയും ട്രംപിന് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ ലോകത്തിന് തന്നെ അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ളവരെ നിഷികാന്ത് ദുബെ ധിക്കരിക്കുമോ? അത് ഈ ലോകത്തിന് തന്നെ അറിയാമല്ലോ. ഇതിലും വലിയ വിഡ്ഢിത്തരവുള്ള സംസാരം മറ്റെന്താ ഉള്ളത്? ചിലപ്പോൾ മറ്റാർക്കെങ്കിലും പറയണമെന്ന് തോന്നിയത് അദ്ദേഹം പറഞ്ഞതായിരിക്കാം. അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങളിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒന്നാമത്തേത്, ഞാനത് ചെയ്യുന്നു. പിന്നെ ഈ കാര്യത്തിൽ എന്നെ തെറ്റിദ്ധരിച്ചത്. ആരുടെ പേരിൽ വേണമെങ്കിലും കുറ്റം ആരോപിക്കാമല്ലോ. പക്ഷേ ഈ വഴക്ക് ആരംഭിച്ചത് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ ഇലക്ഷനിൽ നിൽക്കുന്ന സമയത്തല്ലേ? താങ്കളുടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി, അതും പാർട്ടിയുടെ നേതാവിനെതിരായിട്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് തെരഞ്ഞെടുപ്പിൽ അതിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, കമൽനാഥ് ജി, സുശീൽ ഷിൻഡെ ഇവരെയൊക്കെ ഞാൻ വോട്ട് ചെയ്യാൻ വിളിപ്പിച്ചു. എന്റെ ഈ ശ്രമത്തെ നിങ്ങൾ പ്രശംസിച്ചേ മതിയാവൂ. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിന്റെ തെരഞ്ഞെടുപ്പ് ആരും സീരിയസ് ആയിട്ട് എടുക്കില്ല. മറ്റൊരു കാര്യം, കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് നശിപ്പിക്കുമെന്നുള്ള ഭയം കൊണ്ട് സത്യം പറയാലോ, റൂഡി എന്റെ സുഹൃത്തായിരുന്നു. ഞാനിപ്പോഴും പറയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് എന്നത് MP-മാർക്കും ex-MP-മാർക്കും മാത്രമുള്ളതാണ്. പക്ഷെ ഡൽഹി പോലീസ്, ഉദ്യോഗസ്ഥന്മാർ, ബിസിനസ്മാൻ ഇവർക്കെല്ലാം അനുമതിയുണ്ട്. ഒരുപക്ഷെ എനിക്ക് നാളെ വീണ്ടും ഒരു ചാൻസ് ലഭിച്ചാൽ ഞാൻ വീണ്ടും റൂഡിക്കെതിരായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും. ഈ പോരാട്ടം തുടർന്നുകൊണ്ടേ. സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി സോണിയാഗാന്ധിയും വരും, അതുപോലെ മല്ലികാർജുൻ ഖാർഗെയും വരും. ഇതാണ് എനിക്ക് ഏറ്റവും വലിയ വിജയം. ഗാന്ധി, നെഹ്റു കുടുംബം എന്റെ മേൽ ഇത്രയും താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ ഉദാഹരണം വേറെന്താണ്? പക്ഷേ താങ്കളോട് അധികം സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി. പക്ഷേ അദ്ദേഹത്തെ പദവിയിൽ നിന്ന് എപ്പോൾ വേണേലും നീക്കം ചെയ്യാമെന്ന് താങ്കൾ ഭീഷണിപ്പെടുത്തുകയാണ്. അദ്ദേഹം ഓൾറെഡി ജയിലിൽ പോയിട്ട് വന്നതാണ്. ഇനിയിപ്പോ വീണ്ടും പോകുമോ എന്തോ? ഹേമന്ത് സോറനെക്കുറിച്ച് താങ്കൾ പറയുന്നു ജാർഖണ്ഡിനെ ഒരു മുസ്ലിം രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു, വെള്ളത്തൊപ്പി ധരിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമാണെന്നാണ്. രാജ്യത്താകെയുള്ള മുസ്ലിംസ് 4%. പക്ഷേ സ്ഥലം മാറുന്നത്, ആ പോകുന്ന സ്ഥലത്താണെങ്കിൽ ജോലിയില്ല, ആശുപത്രിയില്ല. അവിടെ എന്തിനാണ് ജനങ്ങൾ പോയി ജീവിക്കുന്നത്? ബംഗ്ലാദേശിലെ മുസ്ലിംസ് മുഴുവൻ ഇങ്ങോട്ട് വന്നു അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ എതിർക്കാതിരിക്കാൻ പറ്റുമോ? ആദിവാസികൾക്ക് വേണ്ടി ആരാണ് ശബ്ദമുയർത്തുക? ഞാൻ എപ്പോഴും പാർലമെന്റിൽ ദളിതർ, പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ എപ്പോഴും ശബ്ദമുയർത്താറുണ്ട്. ഇതൊക്കെ വെറും വാക്ക് മാത്രമല്ല, വെറുതെ പറയുന്നതല്ല. ആ മണ്ഡലത്തിലെ MP എന്ന നിലയ്ക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും ഹേമന്ത് സോറൻ പോലെയുള്ള നേതാക്കൾക്ക് എതിരെ ശബ്ദമുയർത്തണോ വേണ്ടയോ? നിങ്ങൾ തന്നെ പറയൂ. ഈ ചോദ്യം ഞാൻ ജനങ്ങളോട് തന്നെ ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ എതിർക്കുന്നത്, വീണ്ടും എതിർക്കും. അതോടൊപ്പം ഏതെല്ലാം രീതിയിൽ എതിർക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ എതിർക്കും. കേസ് കൊടുത്തുകൊണ്ടേയിരിക്കും, എതിർത്തുകൊണ്ടേയിരിക്കും. ഒരു ദിവസം ജാർഖണ്ഡ് മുക്തി മോർച്ച ഹേമന്ത് സോറനെ ഭരണത്തിൽ നിന്നും അകറ്റും. പക്ഷേ ജാർഖണ്ഡിലെ ജനങ്ങൾ ദേഷ്യത്തിലാണ്. അതായത് ജാർഖണ്ഡിലേക്ക് വരേണ്ട പദ്ധതികളെയും റാഞ്ചിയിലേക്ക് വരേണ്ട നല്ല കാര്യങ്ങളെയും താങ്കളുടെ നിയോജക മണ്ഡലത്തിലേക്ക് മാറ്റുകയാണെന്നാണ്. എയർപോർട്ട് വരേണ്ടതായിരുന്നു, അത് താങ്കളുടെ മണ്ഡലത്തിൽ സ്ഥാപിച്ചതായിട്ട് അറിഞ്ഞു, ധൻബാദിന് പകരമായിട്ട്. നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? ഞാൻ എപ്പോഴും പറയാറില്ലേ, ഞാൻ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തും. ഗോഡ മണ്ഡലമില്ലെങ്കിൽ എനിക്ക് MP ആവാൻ കഴിയില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും MP ആയത്, പിന്നെ പാർലമെന്റിൽ സംസാരിക്കുന്നത്, ഇതെല്ലാം ഗോഡയിലെ ജനങ്ങൾ എനിക്ക് തരുന്ന പിന്തുണ കൊണ്ടാണ്.
ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ആ സമയത്ത് ഗോഡയിൽ എക്സ്റേ മെഷീൻ പോലുമില്ലായിരുന്നു, MRI മെഷീൻ ഇല്ലായിരുന്നു. ഇന്ന് ഞാനവിടെ എയിംസ് കൊണ്ടുവന്നു. ഞാനവിടെ 2 കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെനിക്ക് വളരെ അഭിമാനം തരുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ വ്യക്തിപരമായ ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. ഇത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയൂ. എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നു 93-94. അവൾക്ക് ശരിയായ ചികിത്സ കിട്ടാതെ മരിച്ചു, ഡോക്ടറില്ലായിരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, എനിക്കെപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എൻ്റെ ഏരിയയിലെ ജനങ്ങൾക്ക്, എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ആരോഗ്യ സുരക്ഷ നൽകുമെന്ന്. എനിക്കതിൽ അഭിമാനമുണ്ട്. 2022 പ്രധാനമന്ത്രി അവിടെ വന്നപ്പോൾ ഈ കാര്യം ഞാൻ അവിടെ വെച്ച് പറഞ്ഞിരുന്നു. ഈ കോളേജ് ക്യാമ്പസിൽ, ഈ ഡിയോഗർ കോളേജിൽ എൻ്റെ അനിയത്തി പഠിച്ചിട്ടുണ്ടായിരുന്നു. ദുർഗാപൂജ അവധി കഴിഞ്ഞ് പിന്നെ അവൾ കോളേജിലേക്ക് വന്നില്ല. അവൾക്ക് നല്ല ചികിത്സ കിട്ടിയില്ല. ഇന്ന് ഞാൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊണ്ടുവന്നു. അന്ന് എനിക്ക് എൻ്റെ അനിയത്തിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് എനിക്ക് 100 കണക്കിന് സ്ത്രീകളെ രക്ഷിക്കാൻ കഴിയുന്നുണ്ട്. ഇത് വലിയ കാര്യമല്ലേ? നിഷികാന്ത് സാർ, താങ്കളോട് ഞാൻ പല ചോദ്യങ്ങളും ചോദിച്ചു, പേഴ്സണൽ ചോദിച്ചു, പൊളിറ്റിക്കൽ ചോദിച്ചു, പല ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളും ചോദിച്ചു. പക്ഷേ ഒരു ചോദ്യത്തിനും താങ്കൾ ഉത്തരം നൽകാതെ മാറി നിന്നില്ല. എല്ലാത്തിനും കൃത്യമായി ഉത്തരം നൽകി. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ റിട്ടയർ ലഫ്റ്റനന്റ് ജനറൽ സതീഷ് ദുബെയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് വിമർശനങ്ങൾക്ക് ഉൾപ്പെട്ട MP ആയ നിഷികാന്ത് ദുബെയോടാണ്. നമ്മൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചും പൊളിറ്റിക്കൽ ലൈഫിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കോൺട്രവേഴ്സിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളെക്കുറിച്ചും ചോദിച്ചു. ഇപ്പോൾ ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ റിട്ടയർഡ് ലഫ്റ്റനന്റ് ജനറലായ സതീഷ് ദുബെയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. നിഷികാന്ത് ദുബെ അവരുടെ കഴിഞ്ഞകാല നടപടികളിൽ നിന്ന് ഒരു കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചു. താങ്കൾ എപ്പോഴും ലഭ്യമായ തെളിവുകളെ അടിസ്ഥാനമാക്കി വെച്ച് വിശ്വാസയോഗ്യമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. താങ്കളുടെ അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അത് CAA പറ്റിയുള്ള തെളിവുകളാണെങ്കിലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കരാറുകളെ സംബന്ധിച്ചാണെങ്കിലും അതൊരു നല്ല കാര്യം തന്നെയാണ്. പാർലമെന്റിനകത്ത് എപ്പോഴും അഭിപ്രായങ്ങൾ, ചർച്ചകൾ അവയെല്ലാം കഴമ്പുള്ളതാവണം. ജനറൽ നിരുപൻ എഴുതിയ പുസ്തകം നോക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി എനിക്കിത് മനസ്സിലാക്കാൻ പറ്റും. എന്റെ പുസ്തകം പെൻഗ്വിൻ ഇന്ത്യ വഴി പുറത്തിറങ്ങിയിരുന്നു. അതിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകുകയും ചെയ്തു. പക്ഷേ ജനറൽ നിരുപന്റെ പുസ്തകം പ്രതിരോധ മന്ത്രാലയം കാരണം അനുമതി നിഷേധിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതും ശരിയല്ല. പാർലമെന്റിന്റെ ബഹുമാനം സംരക്ഷിക്കാൻ താങ്കളിപ്പോൾ പറഞ്ഞ 100% അറ്റൻഡൻസിനെ പറ്റി, അതുപോലെ പാർലമെന്റിൽ ധരിക്കേണ്ടുന്ന വേഷവിധാനങ്ങളെപ്പറ്റി താങ്കൾ പറഞ്ഞതും വെച്ച് നോക്കുന്ന സമയത്ത് ഈ നീതിപീഠം താങ്കളിലൂടെ പാർലമെന്റിലേക്ക് ഒരു സന്ദേശം അയക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ കൊളീഗ്സിനോട് പറയണം, അതായത് അവരെല്ലാവരും ജനങ്ങളുടെ പ്രതിനിധികളാണ് എന്ന്. അതുമാത്രമല്ല, ജനങ്ങളുടെ പ്രതിനിധികളായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പാർലമെന്റിലുള്ള നിങ്ങളുടെ കടമകൾ, അതായത് ജനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെപ്പറ്റി മാത്രമാണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. അതല്ലാതെ പാർലമെന്റിൽ നടക്കുന്ന ചർച്ചകളെ എങ്ങനെയൊക്കെ തടയാമെന്ന് ചിന്തിക്കുന്നത്, പാർലമെന്റിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നത്, ഇതൊന്നും നിങ്ങളുടെ കടമകളല്ല. എന്റെ വിശ്വാസം എന്താണെന്നാൽ പാർലമെന്റ് തങ്ങളുടെ നടപടികൾ രാജ്യത്തിന്റെ നന്മയ്ക്കായി നല്ല രീതിയിൽ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജയ് ഹിന്ദ്. ഈ വിശ്വാസത്തോടുകൂടി, ഈ അർപ്പണബോധത്തോടുകൂടി നിഷികാന്ത് ദുബെ ഇതുപോലെ തന്നെ പാർലമെന്റിൽ ധൈര്യത്തോടുകൂടി അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയും. പേടിക്കാതെ തന്നെ തന്റെ എതിരികൾക്ക് പാഠം പഠിപ്പിക്കുന്നതായിരിക്കും. ഇന്നത്തെ വിചാരണ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു അതിഥിയോടൊപ്പം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.